ജമാഅത്തെ ഇസ്ലാമി ധാരാളമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ലോകത്ത് തന്നെ പുതിയ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമും മുസ്ലിമീങ്ങളും വളരെ പ്രധാനപ്പെട്ട ചർച്ചകളുടെയൊക്കെ കേന്ദ്രമാണ്. ഇസ്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചില സംഘടനകളുണ്ട്. എല്ലാ സംഘടനകളും ഒരുപോലെ ലോകത്താണെങ്കിലും ശരി, നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ആണെങ്കിലും ശരി, എല്ലാ മുസ്ലിം സംഘടനകളെക്കുറിച്ചും ഒരുപോലെയുള്ള ചർച്ചകൾ നടക്കാറില്ല. വളരെ അപൂർവം പ്രസ്ഥാനങ്ങൾ മാത്രമാണ് മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ നിന്ന് പോലും വളരെ വിശദമായ അവതരണങ്ങളും വിശകലനങ്ങളും വിലയിരുത്തലുകളും വിമർശനങ്ങളുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യങ്ങളുടെ ഒരു പ്രശ്നം കൂടി ഇപ്പോൾ ഉണ്ട്. അത് സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ വരാനിരിക്കുന്ന നാളുകളിൽ ഏത് പ്രസ്ഥാനത്തിനും ഏതൊരു വ്യക്തിക്കും ഏതൊരു സംഘത്തിനും കുറച്ചുകൂടി മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ള വഴികൾ വെട്ടി തുറക്കപ്പെടുകയുള്ളൂ. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് പകരം വ്യക്തിപരമായ അറിവുകളുടെയും ചിന്തകളുടെയും അന്വേഷണങ്ങളുടെയും ഒക്കെ വഴികൾ അവസാനിപ്പിച്ച് ആളുകൾ കൂട്ടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. എന്താണ്, എന്തിനാണ്, ആരാണ്, എങ്ങനെയാണ്, ഇതൊന്നും അവനവനെക്കുറിച്ച് പോലും അറിയില്ല. പിന്നില്ലേ ഇപ്പം മറ്റുള്ളവരെ കുറിച്ച് അറിയാന്ന് പറയുന്നത്. മുസ്ലിങ്ങൾക്കറിയണം ഇസ്ലാം എന്താണെന്നുള്ളത്. ഇസ്ലാം എന്താണെന്ന് മുസ്ലിങ്ങൾക്ക് അറിയാതിരുന്നാൽ പിന്നെ ബാക്കിയുള്ളവരെ കഥ പറയേണ്ടി വരില്ലല്ലോ. എന്താണ് ഹൈന്ദവത, എന്താണ് ക്രൈസ്തവത, എന്താണ് ബുദ്ധമതം, എന്താണ് ജൈനമതം, എന്തിനാണിത്? ഇത് അതിൻ്റെ അതോറിറ്റിക്ക് അറിയണമല്ലോ ആദ്യം. അവർക്ക് പിന്നെ അതറിയാതിരുന്നെങ്കിൽ അതേസമയം ഞങ്ങൾ ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വലിയ പരിപാടികളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ നിർവഹിച്ച് ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് കൊണ്ട് ഓട്ടയടക്കാൻ മുസ്ലിങ്ങൾക്ക് സാധ്യമല്ല. മുസ്ലിം വ്യക്തിക്ക് സാധ്യമല്ല, മുസ്ലിം സംഘടനകൾക്ക് സാധ്യമല്ല, മുസ്ലിം സമുദായത്തിനോ അതിൻ്റെ രാഷ്ട്ര സംവിധാനങ്ങൾക്ക് പോലുമോ അങ്ങനെയുള്ള ഒരു നാടോടുമ്പോൾ നടുവേ ഓടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇസ്ലാമിന് മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും ഒരു പ്രശ്നം തന്നെയാണ്. ക്രൈസ്തവതയാണെങ്കിലും ഏത് മതമാണെങ്കിലും എന്താണ് ഈ മതം, ആ മതം എന്നൊക്കെ പറയണതിന് വേറെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല ഇപ്പോൾ പോണത്. ഓരോ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവനവനെ കുറിച്ച് അവനവനറിയുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതില്ല. ഇതുപോലെ മതേതര പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. എന്താണ് കമ്മ്യൂണിസം എന്ന് ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനോട് ഇപ്പോൾ ചോദിച്ചാൽ കെട്ടിക്കൊള്ളണമെന്നില്ല. ആരാണ് കമ്മ്യൂണിസത്തെ വിശദീകരിക്കുന്നത്? കമ്മ്യൂണിസം എന്തിനാണ് നിലവിൽ വന്നത്? അതെന്താണ് ചെയ്തത്? ഇപ്പം എന്താണ് അതിൻ്റെ വർത്തമാനകാലത്തിലെ അവസ്ഥകൾ? ചരിത്രം എന്താണ്? ഭാവി എന്താണ്? വർത്തമാനം എന്താണ്? ഭൂതം എന്താണ്? ഇത്തരം കാര്യങ്ങളൊന്നും ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരന് അറിഞ്ഞുകൊള്ളുന്നില്ല. ഇത് കോൺഗ്രസിനും ബി ജെ പിക്കൊക്കെ ബാധകമുണ്ട്. ഇപ്പം ബി ജെ പിക്കൊക്കെ ഇഷ്ടം പോലെ ആൾ പോകുന്നുണ്ടല്ലോ. ബി ജെ പി ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരാ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുക? RSSനാൽ റിമോട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ തന്നെ വളരെ അപകടകരമായ പ്രസ്ഥാനങ്ങളിലൊന്നാണ് സംഘപരിവാർ എന്ന് പറയുന്നത്. വളരെ മാരകമായ മനുഷ്യത്വ വിരുദ്ധം, നമ്മളിവിടെ പറയുന്ന വിദ്വേഷ, വെറുപ്പ്, മനുഷ്യനെ എതിരാളിയാക്കി അവതരിപ്പിക്കുന്ന മാരകമായ പ്രത്യയശാസ്ത്രങ്ങളിലൊന്നാണ് സംഘപരിവാർ പ്രൊമോട്ട് ചെയ്യുന്ന ഹിന്ദുത്വ ഭീകരത എന്ന് പറയുന്നത്. സംഘപരിവാർ ഹിന്ദുമതമായിട്ട് ബന്ധപ്പെട്ട സാധനമൊന്നുമല്ല. അതിൻ്റെ ഒരു ചർച്ചയിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു പോകണില്ല. പക്ഷേ എല്ലാവർക്കും നിലനിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കുപ്പായവും പാൻറ്റും ഒക്കെ ഇട്ടാലേ എണീച്ചിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സംഘപരിവാർ ഹൈന്ദവതയുടെ മറവിലും ഒളിവിലും ഒക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് വളരെ മാരകമായ അതിൻ്റെ എല്ലാ വിഷവിത്തുകളും വിതച്ച് വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാമനും കൃഷ്ണനും അതുപോലെ തന്നെ ഗീതയും ഉപനിഷത്തും കുങ്കുമ കളറും ഒക്കെ കൂട്ടുപിടിച്ച് എന്നാ സാംസ്കാരിക സംഘടന, എന്നാ നിങ്ങൾ മതമാണെന്ന് ചോദിച്ചാൽ പറയും സാംസ്കാരിക സംഘടനയാണെന്ന് പറയും. എന്തെന്നാ ഈ സാംസ്കാരിക സംഘടന എന്ന് ചോദിച്ചാൽ നമുക്കാർക്കും മനസ്സിലാവില്ല. സുകുമാർ അഴീക്കോടിനെ പോലെ MN വിജയനെ പോലെ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന സംഘടനയൊന്നുമില്ലല്ലോ RSS എന്ന് പറയുന്നത്. സംഘപരിവാരത്തിന്റെ പ്ലാറ്റ്ഫോമിലെ ഒരു പ്രസ്ഥാനങ്ങളും അങ്ങനത്തെ സാംസ്കാരിക പ്രവർത്തനം. പിന്നെ അവരെ നടത്തുന്നതാണ് സാംസ്കാരിക പ്രവർത്തനമെങ്കിൽ പിന്നെ സംസ്കാരം എന്തിനാന്ന് പറയുന്നത് പോലും നമുക്ക് മനസ്സിലാവില്ല. മനുഷ്യനെ കൊന്നുതള്ളുന്ന, പട്ടിനെയും പന്നിനെയും പാമ്പിനെയും ഒക്കെ കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യരെ അടിച്ചു കൊന്നുകൊണ്ടിരിക്കുന്ന, തല്ലി കൊന്നുകൊണ്ടിരിക്കുന്ന ഈ പഴയ നെയ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരനുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വർത്താനുണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട്. ഇന്ത്യയിൽ നിങ്ങൾക്ക് പട്ടിയും പാമ്പും പശുവൊക്കെ ആയാൽ വിശുദ്ധ സ്ഥാനം കിട്ടും, നല്ല പദവി കിട്ടും. അതേസമയം നിങ്ങളൊരു മുസ്ലിം ആവുക,
അല്ലെങ്കിൽ നിങ്ങളൊരു ദലിത് പിന്നോക്കക്കാരനാവുക, അല്ലെങ്കിൽ ഒരു പെണ്ണായി ജനിക്കുക, എന്നാ നിങ്ങളെ കഥ കഴിഞ്ഞു. പെണ്ണ് ദേവിയാണെന്നൊക്കെ പറയും. മനുഷ്യരെല്ലാവരും വസുദൈവ കുടുംബമാണെന്നൊക്കെ അവർ പറയും. പക്ഷേ തൊടാൻ പാടില്ല, എടുക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല. അങ്ങനെ മനുഷ്യനെ തമ്മിൽ തന്നെ വെട്ടിക്കീറി അകറ്റി വളരെ മാരകമായ രീതിയിൽ ഇപ്പോ ജീവജാലങ്ങൾക്ക് കിട്ടുന്ന പരിഗണന മനുഷ്യന് നൽകാതിരിക്കുന്ന, മനുഷ്യനെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുക നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ധാരാളം മോബ് ലിഞ്ചിങ് എന്നൊക്കെ പറയുന്ന, മനുഷ്യനെ തല്ലിക്കൊല്ല റോഡിലൊക്കെ ഇട്ടിട്ട്, മതവും ജാതിയും വർഗവും ഒക്കെ പറഞ്ഞിട്ട് കച്ചവട സ്ഥാപനങ്ങളെ ക്രമിക്കുക, ആരാധനാലയങ്ങൾ കാണുമ്പോൾ ആർത്തട്ടഹസിച്ചോ ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ട് പോകും. അമ്പലം കാണുമ്പോൾ മുസ്ലിങ്ങളെല്ലാം കൂടി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ മുമ്പിൽ ഒച്ച ഉണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക? അതിന് എന്ത് അല്ലാഹു അക്ബർ, എന്ത് മതമാണ് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നത്? പള്ളി കാണുമ്പോഴേക്ക് ആവേശം കയറിയിട്ട് ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം ബോൾ ജയ് ശ്രീറാം എന്നും പറഞ്ഞിട്ട് പള്ളി കാണുമ്പോഴേക്കും അതിന്റെ മുമ്പിൽ, ചർച്ച കാണുമ്പോഴേക്കും അതിന്റെ മുമ്പിൽ, ഹിന്ദുവിനെ മുസ്ലിമിനെയൊക്കെ ഒരു ഹിന്ദു സഹോദരനെ കണ്ടാൽ നമ്മൾ പിടിച്ചു വെച്ചിട്ട് ബോലോ തെക്കുബീർ, പറയടാ തെക്കുബീർ എന്ന് പറഞ്ഞിട്ട് ഓനെ കൊണ്ട് തെക്കുബീർ ചെല്ലിക്കുക. അതേപോലെ ബോലോ ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുക. നിങ്ങളുടെ പ്രവാചകന്മാരെയും മുന്നപുരുഷന്മാരെയൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇതിനൊക്കെയാണ് ഇപ്പൊ സാംസ്കാരിക പ്രവർത്തനം എന്നത് RSS പറയുന്നതെങ്കിൽ വളരെ മാരകമായ ഒരു RSS അതിന്റെ ഒരു പ്രവർത്തന സംവിധാനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയും. ഇത് ഹൈന്ദവതയുടെ പേരുവിലും മറവിലും ഒക്കെയാണ്. എന്താണ് ഹൈന്ദവത? അതിൽ ഇന്ത്യയിലെ അതിന്റെ പാരമ്പര്യം എന്താണ്? ഏത് രീതിയിലാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത്? ഹിന്ദു അറിയണം, ഹൈന്ദവ സുഹൃത്തുക്കൾ അറിയണം. ഇല്ലെങ്കിൽ സംഘപരിവാരത്തിനെ പോലത്തെ കപടകള്ള പ്രസ്ഥാനങ്ങൾ അതിനെ മുന്നോട്ട് നയിച്ച് മാരകമായ പ്രവണതകളിലേക്ക് മനുഷ്യനെ കൊണ്ട് എന്നെത്തിക്കും. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ക്രൈസ്തവ സംഘങ്ങൾ, ഏത് മതവും രാഷ്ട്രീയവും ഒക്കെ അടങ്ങുന്ന പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. എന്തിനാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ? മുസ്ലിം ലീഗ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ് എന്താണ് ചെയ്യുക? അതിന്റെ ചരിത്രം എന്തായിരുന്നു? വർത്തമാനം എന്താണ്? ഇത് അവനവൻ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവനവനെ കുറിച്ച് പോലും അറിവില്ലാത്ത ആൾക്കൂട്ടങ്ങൾ പെരുകുകയും എന്നിട്ട് മറ്റതിനെ എതിരാളിയാക്കി ഓരോ സംഘടനയും തങ്ങളുടെ എതിരാളിയാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ സംഘടനയിൽപ്പെട്ട ആളുകളെ ശത്രുക്കളായി അവതരിപ്പിച്ചുകൊണ്ട് അവരെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിശാസ്ത്രം നമ്മുടെയൊക്കെ നാടിന്റെ സാമൂഹിക മണ്ഡലത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഇത് നാടോടുമ്പോൾ നടുവേ ഓടുന്ന ഒരു പ്രക്രിയ നടക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ വ്യക്തികൾ എന്നുള്ള നിലക്ക് തന്നെ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് അവനെ കാര്യങ്ങൾ സമീപിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ മർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തലം കൂടി അതിനുണ്ട്. വ്യക്തിജീവിതം എന്ന് പറയുന്നത് ഇവിടെ തീരുന്ന ഒന്നല്ലല്ലോ. ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനാണെങ്കിലും കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJP അമേരിക്ക അറബി എന്നൊന്നും പറഞ്ഞിട്ട് ദൈവത്തിന് മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റില്ല, അള്ളാന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ മുസ്ലിം സമുദായമായിരുന്നു, ഞാൻ ഹിന്ദു സമുദായമായിരുന്നു, ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു, ഞാൻ ഇന്ത്യയായിരുന്നു, ഞാൻ അമേരിക്കയായിരുന്നു, പാകിസ്ഥാനായിരുന്നു, ഞാൻ തൊഴിലാളിയാണ്, മുതലാളിയാണ്, SNDP ആണ്, വെള്ളാപ്പള്ളിയാണ്, അല്ലെങ്കിൽ നാരായണ പണിക്കരാണ്, സുന്നി മുജാഹിദ്, ഇതൊന്നും അള്ളാന്റെ മുമ്പിൽ വിലപ്പോവില്ല. ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പോകുന്ന ഒരു പ്രശ്നമില്ല. കുറച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ കുറെ സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, അല്ലയോ മനുഷ്യ. ആ വിളിക്കുന്നത് മനുഷ്യൻ എന്ന് പറയുമ്പോൾ എന്നെയാണ് വിളിക്കുന്നത്. ഞാൻ പാരായണം ചെയ്യുമ്പോൾ എന്നെയാണ്, യാ അയ്യുഹ സലീം, മിസ്റ്റർ സലീം, ദൈവത്തിന്റെ കാര്യത്തിൽ, അള്ളാന്റെ കാര്യത്തിൽ ആരാണ് നിന്നെ പറ്റിച്ചത്? എന്റെ പാർട്ടിയാണോ, എന്റെ മതമാണോ, എന്റെ സംഘടനയാണോ, എന്റെ രാഷ്ട്രീയ സംവിധാനങ്ങളാണോ, നിന്റെ സമ്പത്തും സൗകര്യങ്ങളും പദവികളും ഒക്കെയാണോ ദൈവത്തിന്റെ കാര്യത്തിൽ നിന്നെ പറ്റിച്ചു കളഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് എല്ലാവരോടുള്ള ചോദ്യമാണ്. മുഖ്യമന്ത്രിയോടുള്ള ചോദ്യം അല്ല. മുഖ്യമന്ത്രികൾ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണോ ഇക്കണ്ട കളിയും ഇങ്ങനെയുള്ള വർത്തമാനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും ഒക്കെ ആയതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മുടെ പ്രധാനമന്ത്രിയോടും ചീഫ് ജസ്റ്റിസിനോടും അതുപോലെ ചീഫ് സെക്രട്ടറിയോടും കലാകാരനോടും സാഹിത്യകാരനോടും ഒക്കെ ഉള്ള ചോദ്യമാണ് അള്ളാഹുവിന്റെ. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം. ഈശ്വരന്റെ, അള്ളാഹുവിന്റെ, കർത്താവിന്റെ, ദൈവത്തിന്റെ കാര്യത്തിൽ ആരാണ്? ഇതൊക്കെ നമ്മളെ പറ്റിക്കും. അധികാരം, പദവി, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, അതിന്റെ സൗകര്യങ്ങൾ, സന്നാഹങ്ങൾ, സംവിധാനങ്ങളൊക്കെ പെരുകുമ്പോ മനുഷ്യൻ എന്താവും? വളരെ മാരകമായ പ്രവണതകളെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറും. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് തന്നെ. എന്നിട്ടും പിന്നെ മനുഷ്യനോടൊരു വർത്താനം കൂടി ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹൽ ഇൻസാൻ, എടോ മനുഷ്യ. അതും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തിയോട് തന്നെയാണ്. ഖുർആൻ രണ്ട് രീതിയിലാണ് മനുഷ്യനെ വിളിച്ചിട്ടുള്ളത്. ഒന്ന് യാ അയ്യുഹൻ നാസ്, മുസ്ലിമീങ്ങളെ, ക്രിസ്ത്യാനികളെ, ഹിന്ദുക്കളെ, സുന്നി, മുജാഹിദ്, തബ്ലീഗ്, അഹ്ലെ ഹദീസ്, അല്ലെങ്കിൽ തൊഴിലാളി, മുതലാളി, ഇതൊന്നും ഖുർആൻ വിളിച്ചിട്ടില്ല. ഖുർആനിന്റെ ഏറ്റവും മാന്യമായ പ്രയോഗം എന്ന് പറയുന്നത് യാ അയ്യുഹൻ നാസ്, അല്ലയോ മനുഷ്യരെ, എല്ലാ മനുഷ്യരും.
മേൽപ്പറമ്പിലും കാസർഗോഡിലും കേരളത്തിലും ഇന്ത്യയിലും പാകിസ്ഥാനിലും അറേബ്യയിലും ആഫ്രിക്കയിലും ഒക്കെ ഉള്ള എല്ലാ മനുഷ്യരെയും അങ്ങനെയാണ് പ്രവാചകന്മാരൊക്കെ വിളിച്ചിട്ടുള്ളത്. ജാതിമത സമുദായ വർഗ ദേശ ഭാഷകളെയൊന്നും പ്രതിനിധീകരിക്കാൻ പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരും വേദഗ്രന്ഥങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്നത്തെ ഒരു കമ്മ്യൂണിക്കേഷന്റെയും ട്രാവലിംഗിന്റെയും ഒക്കെ പരിമിതിയുള്ളത് കൊണ്ട് ആ പ്രാദേശികമായ ചുവയോടുകൂടിയുള്ള സംസാരങ്ങളോ അവതരണങ്ങളോ വന്നിട്ടുണ്ടാകും എന്നുള്ളതല്ലാതെ മഹാപ്രവാചകന്മാരും പുണ്യപുരുഷന്മാരും വേദഗ്രന്ഥങ്ങളും ഒന്നും ഒരിക്കലും എന്തല്ല ഒരു സമുദായത്തിന് ന്യായം ചമക്കാൻ, ഒരു ജാതിയെ വിശുദ്ധമാക്കാൻ, ഒരു വിഭാഗത്തെ മാത്രം പ്രത്യേക പദവിയിൽ കൊണ്ടുപോയി നിർത്താൻ, ഏതെങ്കിലും ഒരു ദേശം പരിശുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കാൻ, ഏതെങ്കിലും ഒരു ഭാഷ ഭയങ്കരമാണ് സംഭവമാണ് എന്നൊന്നും പറയാൻ പ്രവാചകന്മാർ വന്നിട്ടില്ല. സാങ്കേതികവും സാമൂഹികവും പ്രായോഗികമായ പ്രസക്തികൾ ചിലർക്ക് ചിലതിൽ കിട്ടിയെന്ന് വന്നേക്കാം. അതിന്റെ അപ്പുറത്തേക്ക് വർഗീയ വംശീയ സാമുദായിക നിലപാടുകളൊന്നും വെച്ച് ചരിത്രത്തിൽ പ്രവാചകന്മാരും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഈ വേദങ്ങളൊക്കെ സ്വാംശീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ട് യാ അയ്യുഹന്നാസ് എന്നാണ് എല്ലായിടത്തും വിളിച്ചിട്ടുള്ളത്. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഒരു വിളി അങ്ങനെയാണ് വരിക, പൊതുജനങ്ങളെയാണ് വിളിക്കുന്നത്, മനുഷ്യ സമൂഹത്തെയാണ് വിളിക്കുന്നത്. രണ്ടാമത് പിന്നെ ഇൻഡിവിജ്വലായിട്ട് യാ അയ്യുഹൽ ഇൻസാൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നെയാണ് വിളിക്കുന്നത്. ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് വർഗത്തിലും സമുദായത്തിലും പാർട്ടിയിലും പെട്ടവനാണ്, ഉദ്യോഗമോ സമ്പത്തോ സംസ്കാരമോ എന്തിന്റെ ആളാവട്ടെ, അവനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എടോ മനുഷ്യ, നീ അവസാനം ചെന്ന് മുട്ടാൻ പോകുന്നത്, നീ ഇരിക്കാൻ പോകുന്നത്, നിനക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇലാ റബ്ബിക ഖദഹൻ ഫമുലാഖിഹി, ദൈവത്തിന്റെ അടുത്തേക്കാണ് നിന്റെ സഞ്ചാരം, അള്ളാന്റെ അടുത്തേക്കാണ് നീ എത്തിപ്പെടാൻ പോണത്. അല്ലാതെ ഇപ്പൊ നമ്മൾ മരിച്ച പാർട്ടി ഓഫീസിലും മതകേന്ദ്രത്തിലും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പിലോ സാമ്പത്തിക വകുപ്പിലോ സൈനിക ഓഫീസിലൊന്നും കൊണ്ടുപോയിട്ട് മറമാടി കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോണില്ല. ഇവരാരും നമ്മളൊന്നും ഏറ്റെടുക്കാൻ പോണില്ല. ഞാൻ പറഞ്ഞത് വ്യക്തി എന്നുള്ള നിലക്ക് തന്നെ വളരെ സങ്കീർണമായ ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവം തമ്പുരാനാണ് നമ്മളെ പഠിച്ചിട്ടുള്ളത്. ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടുള്ളത് അവനാണ്. നമ്മളുടെ സൃഷ്ടിപ്പിലോ നമ്മളുടെ ജനന മരണത്തിലോ നമ്മളുമായി ബന്ധപ്പെട്ട സാമൂഹികമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലോ ഒന്നും നമുക്ക് യാതൊരു സ്വാതന്ത്ര്യവും നൽകപ്പെട്ടിട്ടില്ല. നമ്മളിവിടെ കാസർഗോഡ് ജനിച്ചത് നമ്മൾ തീരുമാനിച്ചുകൊണ്ടൊന്നുമല്ല. ഹിന്ദു ആയിട്ടോ മുസ്ലിം ആയിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ ഒക്കെ ഇവിടെ ജീവിക്കണമെന്ന് നമ്മളെന്തോ ആദ്യമായി ഒരു തീരുമാനം എടുത്ത് വന്നതുകൊണ്ട് സംഭവിച്ചൊന്നുമല്ലല്ലോ. സ്വന്തം അച്ഛനമ്മമാരെ വാപ്പാനും ഉമ്മാനും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ മക്കൾ എങ്ങനെയാ കിടന്ന് തീരുമാനിക്കാനുള്ള ഒരു അധികാരം പോലും നമ്മുടെ കയ്യിലില്ല. അവനവന്റെ ശരീരവും കളറും അതിന്റെ രൂപഭാവങ്ങൾ പോലും നിശ്ചയം. മമ്മൂട്ടിയായത് മൂപ്പര് തീരുമാനിച്ചോണ്ടൊന്നുമല്ല. കേരളത്തിന്റെ സൗന്ദര്യം എന്നൊക്കെയുള്ള മമ്മൂട്ടിയെ കുറിച്ച് പറയലേ. ഈ കളങ്കാവിലാണെങ്കിലും ശരി, ഞാൻ ഇതിന്റെ അപ്പുറത്തേക്ക് എന്താ ചത്താ പച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ സിനിമയൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇനി മോഹൻലാൽ ഉണ്ട്, വളരെ ശുദ്ധമായ സാധാരണ അഭിനയൊക്കെ നടത്തുന്ന ഈ മോഹൻലാലായത് പണ്ടേ ആരൊക്കെയോ തീരുമാനിച്ച് നമുക്കൊരു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ വേണം, അതുകൊണ്ട് ആ നടനെ ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ്, ഞാൻ നടനായി വരാൻ പോവുകയാണെന്ന് മോഹൻലാൽ തീരുമാനിച്ചോണ്ടോ മമ്മൂട്ടി തീരുമാനിച്ചോണ്ടോ സംഭവിച്ചതല്ല. നമ്മുടെ മുഖ്യമന്ത്രി, ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ വരും, ഞാനായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി, അത് ഞങ്ങൾ തീരുമാനിച്ചതാണ് എന്ന് സംഭവിച്ചതല്ല. ഒരാൾക്കും അവനവന്റെ കാര്യത്തിൽ നടത്തേണ്ട നടപ്പിലാക്കപ്പെടുന്ന കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങൾ പോലും വളരെ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മളൊക്കെ തന്നെയും ഈ പ്രാപഞ്ചികമായ ഘടനയിൽ അതിന്റെ വ്യവസ്ഥക്ക് വിധേയപ്പെട്ടുകൊണ്ട് അതിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോക്കിൽ അവസാനം നമ്മുടെ ജനനം പോലെ തന്നെ നമ്മുടെ മരണവും നമ്മുടെ നിയന്ത്രണത്തിലല്ല, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ചാടിപ്പോവും. വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് ശരിക്കും അത് പറയും. വിശുദ്ധ ഖുർആൻ മാത്രമല്ല, തൗറാത്തും ഇഞ്ചീലും അതുപോലെ തന്നെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ദർശനങ്ങളും ഒക്കെ നിങ്ങൾ പരിശോധിച്ചാൽ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വളരെ ഗൗരവത്തോടുകൂടി അവതരിപ്പിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ജീവൻ തൊണ്ടക്കുടിയിലെത്തിയാൽ നിങ്ങൾ മരിക്കാൻ പോവാണ്, നിങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ ശരീരത്തോട് വിട പറയാനുള്ള അതിന്റെ വെപ്രാളങ്ങളും പരവശതകളും സങ്കടങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കാലടി മുതൽ ഇടഞ്ഞ് വലിഞ്ഞ് കയറി തൊണ്ടക്കൊടി വരെ വന്ന് വേദന സഹിക്കാൻ കഴിയാതെ നിങ്ങൾ പ്രയാസപ്പെടുന്ന രംഗം നിങ്ങളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മരിക്കുക എന്നുള്ളത് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ മരിക്കാന്നല്ലേ എനിക്ക് മനസ്സിലാവാണ്. എന്റെ റൂഹ്, എന്റെ ജീവൻ എന്റെ ശരീരത്തോട് വിട പറയുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മരണാസന്നൻ അത് കാണും. സ്വന്തം ശരീരത്തിലെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്ന കാഴ്ച അവൻ കാണുകയാണ്. ഇത് മുന്നിൽ വെച്ചിട്ടല്ല. അതുപോലെ തന്നെ നമ്മളെ കുട്ടി മരിക്കുമ്പോൾ നമ്മൾ നോക്കിയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമ്മുടെ നേതാവ് മരിക്കുകയാണ്, നമ്മുടെ ഇണ മരിക്കുകയാണ്, നമ്മുടെ ഉമ്മ മരിക്കുകയാണ്, നമുക്ക് വേണ്ടപ്പെട്ട ആള് മരിക്കുകയാണ്. എല്ലാ സന്ദർഭത്തിലും നമ്മുടെ മുമ്പിൽ മരണം സംഭവിക്കുന്ന രംഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ആള് പോവന്നെയാണ്.
അയാൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട മരണത്തിലേക്ക് അയാൾ എത്തുകയാണ്. അതുകൊണ്ട് ഇതിൻ തന്തറോൻ, നീ മരിക്കുന്നത് നീ തന്നെ കാണുന്നു, നിങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അള്ളാഹ് നടത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട്, ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പാർട്ടിക്ക് അധികാരമുണ്ടെങ്കിൽ, നിങ്ങളുടെ മതത്തിന് അധികാരമുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന് അധികാരമുണ്ടെങ്കിൽ, നിങ്ങളുടെ സമുദായത്തിന് അധികാരമുണ്ടെങ്കിൽ, നിങ്ങളുടെ ദേശീയതക്കും വംശീയതക്കും ജാതികൾക്കും സമുദായത്തിനും ഒക്കെ എന്തെങ്കിലും ഒരു പവർ ഉണ്ടെങ്കിൽ, ശാസ്ത്രത്തിനും സമ്പത്തിനും നിന്റെ ഉദ്യോഗത്തിനും പദവിക്കുമൊക്കെ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ, തർജിഉനഹ ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, മറ്റാരാലും നിയന്ത്രിക്കപ്പെടുന്നവനല്ല നീ തന്നെയാണ് നിന്റെ കാര്യങ്ങളൊക്കെ സ്വയം നടത്തുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മരിക്കാതിരിക്കാലോ. നാം തന്നെയാണ്, നമ്മൾക്ക് സ്വയം നമ്മളിൽ അധികാരമുണ്ടെങ്കിൽ, നമ്മൾ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ നിർണ്ണയിക്കുകയും നിയന്ത്രിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുന്നതെങ്കിൽ ഞാൻ മരിക്കില്ല. പാർട്ടി സമ്മതിക്കില്ല, മതം സമ്മതിക്കില്ല, രാഷ്ട്രം സമ്മതിക്കില്ല, ലോകം സമ്മതിക്കില്ല, യുണൈറ്റഡ് നേഷൻ സമ്മതിക്കില്ല, ഞങ്ങളുടെ ശാസ്ത്രവും സമ്പത്തും സൈന്യമൊന്നും അത് സമ്മതിക്കില്ല എന്ന് വെക്കാലോ നമുക്ക്. പക്ഷെ എല്ലാവരും വ്യക്തികൾ മുതൽ ഘടാഘടിയന്മാരായ ഗംഭീരന്മാരായ വിറപ്പിച്ചവരും അതിമാരകമായ പ്രവണതകൾക്ക് നേതൃത്വം നൽകിയവരും വമ്പന്മാരും കൊമ്പന്മാരുമായിട്ടൊക്കെ വിലസിയവർ പോലും ആ മരണത്തിന്റെ മുമ്പിൽ തലകുനിച്ചു നിന്ന് വിളറി വെളുത്ത് വീഴുന്ന കാഴ്ചകൾ ലോകത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എന്താ? മരണം നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ടാ ദൈവം നമ്പറായി മദീനി എന്നുള്ള വാക്കെടുത്താലും മുസ്ലിം സമുദായത്തോട് എനിക്ക് പറയാനുള്ള ദീന് മനസ്സിലാക്കാൻ പറ്റിയൊരു വാക്കും കൂടിയാണത്. ദീൻ എന്ന് പറഞ്ഞാൽ മതം നോക്കിയാണ് നമ്മൾ പറയാ. ദീൻ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുക, അനുസരിക്കുക, ഒന്നിന്റെ കീഴയാവുക, ഒരു നിയമത്തിന് വിധേയപ്പെട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നിന്റെ കീഴിലാവുന്നതിനാണ് ദീൻ എന്നുള്ള അറബി പദം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർത്താനം പോലും പറയുന്നത് ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, നീ ആരാലും നിയന്ത്രിക്കപ്പെടുന്നവനല്ലെങ്കിൽ, നീ തന്നെയാണ് നിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതെങ്കിൽ, തർജിഉനഹ, നിന്റെ ജീവനാണല്ലോ ഈ പോണത്, നിന്റെ കുട്ടിയുടെ ജീവനാണല്ലോ പോണത്, നിന്റെ പ്രധാനമന്ത്രിയാണല്ലോ ഈ മരിക്കുന്നത്, നിന്റെ മുഖ്യമന്ത്രിയാണല്ലോ ഈ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു അധികാരം ഉണ്ടെങ്കിൽ തർജിഉനഹ, അതിനെ മടക്കി കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞൊരു ചുരുക്കം എന്താന്ന് പറയുന്നത്, അവസാനം ഈ പോക്ക് പോലും വളരെ മാരകമാണ്. കാരണം മരണത്തോടുകൂടി അവസാനിക്കുന്നതിനെ കുറിച്ച് ഒരു വേദഗ്രന്ഥവും പറഞ്ഞിട്ടില്ല, വിശുദ്ധ ഖുർആൻ പ്രത്യേകിച്ചും പറഞ്ഞിട്ടില്ല. നമ്മുടെ ലോകത്ത് വന്നിട്ടുള്ള ഏതൊക്കെ വേദദർശനങ്ങൾ നിങ്ങൾ എടുത്തു, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, ലിബറലിസം, സിയോണിസം, അതുപോലെ തന്നെ ഫാസിസം, അതുപോലെ തന്നെ അപ്പുറത്തൊലിക്കുന്ന എന്താണ് സയണിസം എന്നൊക്കെ പറയുന്ന കുറെ സാധനങ്ങൾ, അൾട്രാ സെക്യുലറിസം, അതിലൊന്നും ഇപ്പൊ അള്ളയില്ല, റസൂലും ഇല്ല, മരണാനന്തര ജീവിതമില്ല, ഒന്നുമില്ല. കാരണം തനി ഭൗതികമായിട്ടാണ് അവർ കാര്യങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കരുണാവാരിധി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളിലും എല്ലാ പ്രവാചകന്മാരും നിങ്ങൾ എന്താ വിചാരിച്ച്, നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ട ഒരു സാധാരണ സാധനമാണ് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ആരോടും മറുപടി പറയേണ്ടതില്ല, നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്തങ്ങളുമില്ല. നിങ്ങൾ ജനിച്ചിരിക്കുന്നു, ജീവിച്ചിരിക്കുന്നു, മരിച്ചിരിക്കുന്നു, കഥകൾ അതോടുകൂടി തീരുകയാണ് എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. കണക്ക് പറയണം, വ്യക്തമായി മറുപടി പറയണം. നിങ്ങളുടെ ജീവിതത്തിന് ചോദ്യമുണ്ട്. ഈ ജീവിതം തന്നിട്ടുള്ളത് ദൈവം നമ്പുരാനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അയ്യുഹൽ ഇൻസാൻ ഇന്നക ഖാദിഹൻ ഇലാ റബ്ബിക ഖദഹൻ, എടോ മനുഷ്യൻ എന്ത് കളി കളിച്ചാലും ശരി, പാർട്ടിയും മതവും സംഘടനയും സമുദായവും ദേശവും ഭാഷയും ഉദ്യോഗവും പദവിയും സമ്പത്തും സൗകര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്തൊക്കെ പ്രകടനങ്ങൾ നടത്തിയാലും ശരി, അവസാനം വരാൻ പോകുന്നത് നീ അവരുടെ അടുത്തേക്കല്ല, പാർട്ടിക്കും മതത്തിനും സമുദായത്തിനും ജാതിയിലേക്കൊന്നുമല്ല തിരിച്ചു പോവുക, എന്റെ മുമ്പിലേക്കാണ് നീ വരാൻ പോകുന്നത്. എന്റെ മുമ്പിലേക്കുള്ള പ്രശ്നം എന്താ? ദൈവത്തിന്റെ മുമ്പിലേക്കുള്ള പോക്കിന്റെ പ്രശ്നം എന്താ? വായിക്കണോ? നിന്റെ ഡാറ്റ മുഴുവൻ ഇതിലുണ്ട്. നിനക്ക് ആയുസ് തന്നു, അധികാരം തന്നു, സമ്പത്ത് തന്നു, സൗകര്യങ്ങൾ തന്നു, മതവും സമുദായവും പാർട്ടിയും ദേശവും ഭാഷയും ഒക്കെ എന്റെ കയ്യിൽ തന്നു. എന്ത് കളിയാടോ നീ കളിച്ചത്? നീ ചെയ്തു കൂട്ടിയത് മുഴുവൻ ഇവിടെയുണ്ട്, എല്ലാം ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നുപോലും വളരെ നിസ്സാരമായ നന്മകൾ പോലും, വളരെ നിസ്സാരമായ തിന്മകൾ പോലും ഒന്നും വിടാതെ ദൈവം എല്ലാം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി അതിന്റെ ഡാറ്റയായി നിന്റെ കയ്യിലേക്ക് തരും ദൈവം തമ്പുരാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, കോടതി കൊണ്ടുപോയിട്ട് നമ്മുടെ വാദമൊക്കെ നടന്നിട്ട് നമ്മൾക്ക് വധശിക്ഷയാണ്, നമ്മൾക്ക് ജീവപര്യന്തമാണ്, നമ്മൾക്ക് അതിമാരകമായ ശിക്ഷകളുടെ സംഗതികളാണ് വരാൻ പോകുന്നത് എന്ന് വരുന്ന ഘട്ടത്തിൽ മനുഷ്യൻ കാണിക്കുന്ന വെപ്രാളങ്ങളുണ്ട്, അവന്റെ ഭയങ്ങളും വിഹുലതകളും പരവശതകളും സങ്കടങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ട്. വിശുദ്ധ ഖുർആൻ അത് വെക്കുന്നുണ്ട്.
എന്റെ പാർട്ടിക്കാരൊന്നും ആവശ്യമില്ല, എന്റെ സംഘടനയുടെ പ്രത്യയശാസ്ത്രം ഒന്നും നോക്കേണ്ട കാര്യമില്ല, ദേശവും ഭാഷയൊന്നും വെച്ചിട്ട് ഒരു വ്യാഖ്യാനം ഇവിടെ നടത്തണ്ട. നിന്റെ രേഖ നീ ചെയ്തത് നിന്റെ കയ്യിലുണ്ട്, അത് വായിച്ചാ മതി, അത് കണ്ടാ മതി. അപ്പൊ തന്നെ നിനക്ക് നിന്നെ മനസ്സിലാവും. ഞങ്ങൾക്ക് നിന്നെ ആദ്യം മനസ്സിലായിട്ടുണ്ട്. അതും വിശുദ്ധ ഒരു ഭാഗത്ത് വിഷയം, അവന്റെ രേഖ അവന്റെ കയ്യിലേക്ക് നൽകപ്പെടുമ്പോഴേക്കും ഏത് മുഖ്യമന്ത്രിയും ഏത് പ്രധാനമന്ത്രിയും ഏത് പാർട്ടി പ്രസിഡന്റും പള്ളി പ്രസിഡന്റും ഏത് മതസംഘടനയും ഏത് സമുദായിക ജാതിയും ഏത് വർഗമാണ് ഏത് ദേശക്കാരനാണെങ്കിലും ശരി, വ്യക്തി എന്നുള്ള നിലക്ക് നിങ്ങൾ പ്രശ്നങ്ങളുടെ കയങ്ങളിലേക്ക് എടുത്തെറിയപ്പെടും. അവന്റെ രേഖകൾ അട്ടഹസിക്കാൻ തുടങ്ങും. രക്ഷിക്കണേ, സഹായിക്കണേ, എന്നെ ഒന്ന് കൊണ്ടുപോകണേ, ഞാനിതാ പെട്ടുപോയിരിക്കുന്നു. എന്നിട്ട് വിശുദ്ധ പറയുന്നുണ്ട്, ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ. പാർട്ടിയുള്ളത് കൊണ്ട്, മതമുള്ളത് കൊണ്ട്, സമുദായമുള്ളത് കൊണ്ട്, ജാതിയുള്ളത് കൊണ്ട്, സമ്പത്തുള്ളത് കൊണ്ട്, അധികാരമുള്ളത് കൊണ്ട്, എല്ലാ സന്നാഹങ്ങളും ഉള്ളത് കൊണ്ട് ഭൂമിയിൽ അവൻ നിഗളിക്കുകയായിരുന്നു, അടിച്ചു പൊളിക്കുകയായിരുന്നു. സത്യവും നീതിയും ധർമ്മവും മൂല്യങ്ങളും പരിഗണനകളും പരികൽപ്പനകളും ഒന്നുമില്ലാതെ ഇതിന്റെയൊക്കെ ഭൗതികമായ സംവിധാനങ്ങളുടെ പെരുമ കണ്ട് അതിഗംഭീരമായ പ്രകടനം നടത്തിയവനാണ് നീ. എന്നതൊന്നൊന്നുമില്ല. അപ്പൊ പറയില്ല, വിചാരണയൊന്നും നടക്കാഞ്ഞാൽ വളരെ നന്നായിരുന്നു. വലമൂത്ത കിതാബിയ, ഒരു ഡാറ്റയും എവിടെയും അവതരിപ്പിക്കപ്പെടാതിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. എന്റെ കഥ ഇതോടുകൂടി തീർന്നിരുന്നെങ്കിൽ വളരെ നന്നായി. നമ്മുടെ മുഖ്യമന്ത്രി പറയും, നമ്മുടെ പ്രധാനമന്ത്രി പറയും, നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറയും, മമ്മൂട്ടി മോഹൻലാലും ഒക്കെ പറയും, ഉദ്യോഗസ്ഥന്മാർ പറയും. ഞാൻ പറയുന്നത് വ്യക്തികളെ ദൈവം തമ്പുരാൻ വെറുതെ വിടില്ല. പാർട്ടിക്ക് വേണ്ടി, മതത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, ജാതിക്ക് വേണ്ടി, വർഗങ്ങൾക്ക് വേണ്ടി എന്നൊന്നും പറഞ്ഞിട്ട് ഈശ്വരന്റെ മുമ്പിൽ വ്യാസന്റെ കഥയുണ്ട്. മഹാഭാരതം രചിച്ച മഹാകവി വ്യാസൻ, അദ്ദേഹം കൊള്ളക്കാരനായിരുന്നു. അതിഭീകര കാട്ടില് വരുന്ന സംഘങ്ങളെ കൊള്ളയടിച്ചിട്ട് കൈകാര്യം ചെയ്യലായിരുന്നു പരിപാടി. പിടിച്ചടച്ച് അവരെ കൊള്ളയടിച്ച് ജീവിക്കുക, കുടുംബത്തിനും കുട്ടികളെയൊക്കെ. അങ്ങനെ ഇന്ന് പലരൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ അധികാരത്തിലും പദവിയിലൊക്കെ ഇരുന്നിട്ട് മറ്റവനെ കൊള്ളയടിക്കുന്ന പണിയുള്ള അധികാര കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പണി വേറെ ഒരു രീതിയിൽ വ്യാസൻ കാട്ടിലെ പതിയിരുന്നിട്ട് യാത്രക്കാർ വരുമ്പോൾ അങ്ങനെ ഒരു സന്യാസി സംഘത്തിന് അദ്ദേഹം കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ സന്യാസിമാര് പറഞ്ഞു, എന്ത് വേണമെങ്കിലും എനിക്ക് തരാം, അതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു സംഗതി എന്നോട് പറയാനുള്ളത്, നീ ആർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്? എന്റെ ഇണകൾക്ക് വേണ്ടി, എന്റെ കുട്ടികൾക്ക് വേണ്ടി, എന്റെ വീടിന് വേണ്ടി, എന്റെ പാർട്ടിക്ക് വേണ്ടി, എന്റെ മതത്തിന് വേണ്ടി, എന്റെ സമുദായത്തിന് വേണ്ടി, എന്റെ ജാതിക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, ഭാഷയ്ക്ക് വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ വിശദീകരിക്കുക. സ്വന്തം വീട്ടിൽ നിന്നും, മക്കളിൽ നിന്നും, ഇണയിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും, കുടുംബത്തിൽ നിന്നും തുടങ്ങി സമുദായം, ജാതി, വർഗം, പാർട്ടി, ദേശം, ഭാഷ, അങ്ങനെ നമ്മളുടെ ആ ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കയറുക. എന്തും ചെയ്യാൻ, എങ്ങനെയും ചെയ്യാൻ, ആരോടും ചെയ്യാൻ, അതിരുകൾ ലംഘിക്കാൻ, അതിക്രമങ്ങൾ നടത്താൻ ഒക്കെയുള്ള ന്യായങ്ങളായിട്ട് ഇതാണ് ഉണ്ടാവുക. അതിൽ മഹർഷിമാര് ചോദിച്ചു, മിസ്റ്റർ, നിങ്ങൾ ചെയ്യണതിന് പ്രശ്നമൊന്നുമില്ല, അത് കുട്ടികളും കുടുംബത്തിനെ പറ്റാനല്ലേ ഈ കൈക്കൂലിയും കള്ളക്കച്ചവടം, അഴിമതിയും, പോസ്കോയും, മയക്കുമരുന്നും, പലിശയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഗീയതയും സാമുദായികതയും ജാതീയതയും കലാപവും കള്ളക്കടത്തും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒക്കെ ഇതിനു വേണ്ടിയിട്ടല്ലേ നടത്തുന്നത്? ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, നീ ഈ ചെയ്യുന്നതിന്റെ ഭൗതികമായ ഫലങ്ങൾ നാളെ പാരത്രിക ലോകത്ത്, മരണാനന്തര ജീവിതത്ത് ആരാണോ നിന്റെ ഭാര്യയെ ഏറ്റെടുക്കുമോ, നിന്റെ മക്കളെ ഏറ്റെടുക്കുമോ? നിന്റെ ഈ തിന്മയുടെ ഫലം ഈ സന്യാസിമാരെയും ഈ നാട്ടുകാരെയും ഈ മനുഷ്യരെയും ഇവിടുത്തെ അമ്പലവും ഇവിടുത്തെ പള്ളിയും ഇവിടുത്തെ ക്ഷേത്രങ്ങളും ഒക്കെ തകർത്ത് ഇവിടുത്തെ മനുഷ്യന്റെ ബന്ധങ്ങളെയൊക്കെ വിച്ഛേദിച്ച് വളരെ അപകടകരമായ മാരകമായ പ്രവണതകൾ നീ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫലങ്ങൾ ഈ ഭാര്യയും കുട്ടികളൊക്കെ ഏറ്റെടുക്കോ? അതൊന്ന് അന്വേഷിച്ചു പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ വ്യാസൻ പോണുണ്ട് എന്നാ പറയണത് ഭാര്യന്റെ കുട്ടിയുടെ അടുത്ത്. ഞാനിപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ മോഷണവും പിടിച്ചുപറയും കള്ളക്കച്ചവടവും പലിശയും എല്ലാ പണിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാളെ മരണാനന്തര ജീവിതത്തിൽ എന്റെ ഭാഗം നിങ്ങളും കൂടി ഏറ്റെടുക്കുവോ? ഭാര്യ മക്കളും പറഞ്ഞു, ഞങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുക? നിങ്ങൾ ചെയ്യുന്നതിന്റെ ഫലം നിങ്ങൾ ഏറ്റെടുക്കാന്നല്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുക? നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക്, ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയില്ല. അത്രയും വലിയ ഭാരമാണിത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്നതിന്റെ ഫലങ്ങൾ. ഞാൻ പറഞ്ഞത് മതവും പാർട്ടിയും ഖുർആൻ തന്നെ അവിടെ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ഹഖയിൽ പറയുന്നൊരു വർത്തമാനമുണ്ട്, ഞാൻ എന്റെ വിചാരണ പോലും ഇല്ലാതെ ഞാൻ തീർന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഇത് പറഞ്ഞിട്ട് പറയുന്ന വർത്തമാന അന്നിമാലയ, കോടികളുടെ ട്രില്യണുകളും ബില്യണുകളും ഒക്കെ ഉടമയായ നമ്മുടെ ട്രംപ് മുതൽ അംബാനിയും അദാനിയും മുതൽ
ആ ഫണ്ട് വാങ്ങി മത്സരിക്കുന്ന സംഘപരിവാരം അതിന്റെ സംവിധാനങ്ങളും മുതൽ മനുഷ്യരുടെ സമ്പത്ത് മുഴുവൻ കവർന്നെടുത്ത് അധികാരം നടത്തുന്ന വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും എല്ലാവരും മരണാനന്തര ജീവിതത്തിൽ സമ്പത്തിന് ഒരു സ്ഥാനമില്ല. നിങ്ങൾ സമ്പന്നനായിരുന്നു, നിങ്ങൾക്കായിരുന്നു ഏറ്റവും വലിയ ഫണ്ട് ലഭിച്ചിരുന്നത്, ആ കാശ് കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തവരായിരുന്നു ഞങ്ങൾ ഭൂമിയിൽ. ഇതൊന്നും ദൈവത്തിന് മുമ്പിൽ ഹിമാലയ എന്റെ സമ്പത്ത്, സ്ഥാവരജംഗമ സ്വത്തുക്കൾ, ഞാൻ കെട്ടി നിർമ്മിച്ചുണ്ടാക്കിയിട്ടുള്ള പ്രൊജക്ടുകൾ, സംവിധാനങ്ങൾ ഒന്നും എനിക്കൊരു ഫലവും ചെയ്യില്ല. വാലക്കാനെ സുൽത്താനയ, ഞാൻ ഭരണപക്ഷമായിരുന്നു, ഞാൻ പ്രധാനമന്ത്രിയായിരുന്നു, ഞാൻ മുഖ്യമന്ത്രിയായിരുന്നു, ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു, ഞാൻ MLA-യും MP-യും അതുപോലെ തന്നെ ഏറ്റവും വലിയ സൈന്യാധിപൻ, ചീഫ് ജസ്റ്റിസും, മീഡിയ വിദഗ്ധനും, കരസേനാ മേധാവിയും, അങ്ങനെ പദവികളുടെ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നവനായിരുന്നു ഞാൻ. അധികാരമുണ്ടായിരുന്നു എനിക്ക്. വീട്ടിലെ വാപ്പ എന്നുള്ള സ്ഥാനം മുതൽ അച്ഛൻ, ഉപ്പ എന്നൊക്കെയുള്ള സ്ഥാനം മുതൽ നാട്ടിലും ലോകത്തൊക്കെ വലിയ പദവികളുള്ള വ്യത്യസ്തമായ സ്ഥാനങ്ങളിലിരുന്ന സുൽത്താനയ, എന്ത് വാപ്പ, എന്ത് പ്രധാനമന്ത്രി, എന്ത് പ്രസിഡന്റ്, എന്ത് സാഹിത്യകാരൻ, എന്ത് സിനിമാ നടൻ, എന്ത് കായിക താരം, എന്ത് കലാസാഹിത്യകാരൻ, ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്തിനു ചെയ്തു, നിങ്ങൾ എങ്ങനെ ചെയ്തു, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പറയാതെ, ഇതറിയാതെ ചപ്പചവറ പോലെ, പൊങ്ങുതടികൾ പോലെ, ആരുടെയൊക്കെയോ ഈയാമ്പാറ്റകളെ പോലെ വഴങ്ങിക്കൊടുക്കുന്ന ആ ഒരു നിമിഷം കൊണ്ട് ജനിച്ച് വെളിച്ചത്തിൽ കരിഞ്ഞു പോകുന്ന പാറ്റകളെ പോലെ യാതൊരു ഉത്തരവാദിത്വമില്ലാത്തവരാണ് നമ്മൾ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആ രീതിയിലാണ് നമ്മൾ സമീപിക്കുന്നതെങ്കിൽ, അർത്ഥമറിയാതെ, ആഴമറിയാതെ, ഉദ്ദേശശുദ്ധികൾ തിരിച്ചറിയാതെ, ഗുണങ്ങളും ഫലങ്ങളും ദോഷങ്ങളും വിശകലനം ചെയ്യാതെ ജാതി മത വർഗ സമുദായ കളി കളിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ആത്യന്തികമായി പരാജയപ്പെടും. അതിന് മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP എന്നുള്ള ന്യായങ്ങളൊന്നുമില്ല. ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് ബുദ്ധി തന്നു, നിങ്ങൾക്ക് ജീവൻ തന്നു, നിങ്ങൾക്ക് അതിന് ഉപയോഗപ്പെടുത്താൻ ശാരീരികമായ എല്ലാ യോഗ്യതകളും നൽകി, ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും നടക്കാനും പറ്റുന്ന ഭൂമിയും കണ്ണുയർത്താൻ പറ്റുന്ന ആകാശവും പ്രിയപ്പെട്ട മാതാപിതാക്കളും ഇണകളും കുട്ടികളെയൊക്കെ ദൈവം തമ്പുരാൻ നൽകിയതാണ്. അതുകൊണ്ട് ആ ദൈവീകമായ ഘടനക്കനുസരിച്ച്, അള്ളാഹുവിന്റെ നിയമമനുസരിച്ച് നീ നിന്റെ ജീവിതത്തിന് കെട്ടിപ്പടുക്കുന്നതിൽ, സമീപനങ്ങൾ സ്വീകരിക്കുന്നതിൽ, പ്രയോഗിക്കുന്നതിൽ നീ എവിടെയാണ് എത്തിയത്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ കോൺഗ്രസ് ആണ്, ഞാൻ BJP ആണ്, സുന്നിയാണ്, മുജാഹിദാണ്, ഹിന്ദുവാണ്, മുസ്ലിമാണ്, ഇതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല. കുറച്ചും കൂടി നല്ല കൊടുക്കലുകളും വാങ്ങലുകളും നടക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി സൂചിപ്പിച്ച്, ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുത്തതിന് ശേഷം, മരുഭംസ്കാരത്തിന് ശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് സൂചിപ്പിക്കാം എന്ന് ഓർമ്മിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ആരാണ്, എങ്ങനെയാണ് എന്നറിയാതിരിക്കുന്നു. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പോലത്തെ ഒരു പ്രസ്ഥാനം പോലും ആ രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. മിക്കവാറും എല്ലാ സംഘടനകളും, ധാരാളം സംഘടനകൾ പ്രവർത്തിക്കുന്ന മതങ്ങളും സമുദായങ്ങളും പാർട്ടികളും ഒക്കെയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തുടനീളം പലതരം സംഘടനകളുണ്ട്, പലതിനു വേണ്ടിയുമുള്ള സംഘടനകളുണ്ട്, പല ഭാവങ്ങളിലും പ്രഭാവത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. എല്ലാ സംഘടനകളെ കുറിച്ചും മോശപ്പെട്ട ധാരണ നമ്മൾ വെക്കേണ്ടതില്ല. വെക്കാം, ആ സംഘടന ശരിയല്ല എന്ന് നമുക്ക് ഒരു സംഘടനയെ കുറിച്ച് തീരുമാനിക്കാം. നമ്മുടെ വസ്തുനിഷ്ഠമായ പഠനത്തിന് ശേഷം, കൃത്യമായ യോഗ്യതകൾക്ക് ശേഷം. നമ്മൾക്ക് കാപട്യവും കള്ളത്തരവും ഉടായിപ്പോക്കെ ഉണ്ടെങ്കിൽ അത് വേറെ ചർച്ചാ വിഷയമാണ്. സത്യസന്ധമായിട്ട് ഒരു കാര്യത്തിന് യുക്തിപൂർവം കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വസ്തുതാപരമായി നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിലപാട് ശരിയല്ല, അത്തരം നിലപാടുകളെയാണ് ഈ സംഘടന പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ സംഘടനയോട് നമുക്ക് വിയോജിപ്പാകാം. ഇനി നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനൊന്നും സാധിക്കണില്ല എന്ന് വെക്കുക. ഒരു സംഘടനയെ സംബന്ധിച്ച്, ഒരു സംവിധാനത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി അറിയാനും പഠിക്കാനും ഒന്നും വഴികളില്ലെങ്കിൽ നമുക്കതിന് സമയമില്ല, നമ്മൾ അത്തരം കാര്യത്തിൽ തൽപരരല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എല്ലാറ്റിനെയും ഗുണകാംക്ഷയോടുകൂടി സമീപിക്കുക. നമ്മുടെ അനുഭവത്തിൽ, നമ്മുടെ നേർക്കുനേരുള്ള അനുഭവത്തിൽ അതൊരിക്കലും തെറ്റായ ഒരു സംഗതി അതുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ വന്നിട്ടില്ലെങ്കിൽ, മറ്റുള്ളവരുടെ വർത്തമാനങ്ങൾ കേട്ടിട്ട് അവരെങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, മറ്റുള്ളവർ അത് പ്രകാരമാണ്, ഈ സംഘടന അതാണ് എന്ന് പറയുന്നതിന് പകരം എല്ലാ സംഘടനകളെക്കുറിച്ചും ഗുണകാംക്ഷയോടുകൂടി, നല്ല നിഷ്കളങ്കമായ സ്വഭാവത്തിൽ സ്വാഭാവികമായി നന്മകൾ മാത്രമാണ് ഉള്ളത് എന്ന് നമ്മൾ വിചാരിക്കുക.
ഇതും അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു. നമുക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ചും ഒരു ടീമിനെ കുറിച്ചും ഒരു സംവിധാനത്തെക്കുറിച്ചും ഒന്നും അത് വളരെ അപകടകാരിയായ സംഗതികളാകുന്നു എന്ന് ആരൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടി പ്രചരിപ്പിക്കുന്നതോടുകൂടി നമുക്ക് ബോധ്യതയില്ല, നമ്മുടെ അനുഭവങ്ങളിലില്ല, നമ്മൾ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് പഠിച്ചിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിൽ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചും ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു സംഘത്തെക്കുറിച്ച് ഒന്നിനെക്കുറിച്ചും ഒരു സമുദായത്തെ ഒരു വിഭാഗത്തെക്കുറിച്ചൊന്നും തന്നെ അത്തരം ധാരണകൾ വെച്ചു പുലർത്താൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട പണി എന്താ? നമുക്ക് ഇനി ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി വലിയ പ്രശ്നമാകുന്നു എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ജമാഅത്തെ ഇസ്ലാമിയോടും നല്ല നിലപാട് പുലർത്തുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നം? ജമാഅത്തെ ഇസ്ലാമി എന്ത് കുഴപ്പമാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ എന്റെ പ്രദേശത്തുണ്ടല്ലോ, എന്റെ നാട്ടിലുണ്ടല്ലോ, ഞങ്ങളുടെ ചുറ്റുപാടിലുണ്ടല്ലോ, അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലുണ്ടല്ലോ. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണങ്ങൾ ഞാൻ നടത്തണം. അല്ലാത്തിടത്തോളം അത് കാപട്യമാണ്, അത് കള്ളത്തരമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവനവന്റെ അധികാര, സാമുദായിക, ജാതീയ, വർഗീയ, സംഘടന, സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കെട്ടുകഥകളും നമ്മുടെ അസൂയയും വിദ്വേഷവും ഒക്കെ പറഞ്ഞു തീർക്കുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിഷ്കളങ്കമായ ഒരു എല്ലാവരെയും ഉൾക്കൊള്ളുക. നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വസ്തുനിഷ്ഠമായിട്ട് അതിനെ പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഈ രണ്ടു തരം സംഘടനകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. വളരെ നല്ല ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനകൾ ഉണ്ടാവും. പല രീതിയിലും നമ്മുടെ നാട്ടിലും പ്രദേശത്തൊക്കെ പ്രവർത്തിക്കുന്ന 10, 15, 20 ആളുകൾ മുതൽ മഹാജനസഞ്ചയങ്ങളടക്കം അണിചേർന്നിട്ടുള്ള വലിയ സംഘടനകൾ ഉണ്ടാവും. ആ സംഘടനകൾ വലിയ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതായിരിക്കും. ആശയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആശയങ്ങളും ദർശനങ്ങളുമാണ് മനുഷ്യന്റെ ജീവിതത്തിന് കരുത്തുള്ളതും കൃത്യമുള്ളതും അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിന് ഊടും പാവുമൊക്കെ നൽകുന്നത് വലിയ ആശയങ്ങളും ദർശനങ്ങളും അതിന്റെ അടിസ്ഥാനങ്ങളും ഒക്കെയാണ്. നമ്മൾ അഖീദ എന്നൊക്കെ പറയും അറബിയിൽ. ഇങ്ങനെ ഒരു അടിസ്ഥാനങ്ങൾ ഉണ്ടാവണം. നല്ല ആശയങ്ങളുള്ള നല്ല അടിസ്ഥാനങ്ങളുള്ള സംഘടനകൾ ഉണ്ടാകാം, നല്ല സംഘടനകൾ ഉണ്ടാകാം. നമുക്കറിയാത്തത് കൊണ്ട് അതിന്റെ ആശയം എന്താണ്, അതിന്റെ അടിസ്ഥാനം എന്താണ്, അതിന്റെ അഖീദ എന്താണ്, അത് എന്തടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാത്തത് കൊണ്ട് ആ ആശയത്തെക്കുറിച്ച് കുരുടൻ ആനയെ കണ്ടതുപോലെ നമ്മൾക്ക് തോന്നിയത് നമ്മൾ പലതും പറയും. അത് ശരിയല്ല. ആശയത്തെ മനസ്സിലാക്കുക. ഇപ്പൊ ചിലത് നല്ല ആശയങ്ങളായിരിക്കും, പക്ഷെ ആ ആശയത്തെ പ്രതിനിധീകരിക്കുന്നത് ഒട്ടും സുഖകരമല്ലാത്ത ആളുകളായിരിക്കും. അങ്ങനെ ഉണ്ടാവും നമ്മളുടെ മുമ്പിൽ. ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ബാബാ സാഹിബ് അംബേദ്കർ ഒരിക്കൽ പറഞ്ഞ വർത്താനുണ്ട്. ഭരണഘടന മെനക്കെട്ടുണ്ടാവും, വളരെ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള ഭരണഘടനയാണ് ഇന്ത്യയുടേത്. കാരണം ഇന്ത്യയെ പോലത്തെ കേരളം മുതൽ കാശ്മീർ വരെ, ആസാം മുതൽ പഞ്ചാബ് വരെ, ഗുജറാത്ത് വരെ വളരെ വ്യത്യസ്തമായ, നമ്മളെ ഈ സംഘപരിവാർ എന്നും പറയുന്ന മാതിരി എല്ലാവരും ഒരുപോലെയൊന്നുമല്ല, അനവധി ബഹുവിധ വൈജാത്യങ്ങളും വൈവിധ്യങ്ങളും വ്യത്യസ്തതകളും ഒക്കെയുള്ള ലോകത്തെ തന്നെ അപൂർവ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മലയാളിയെ പോലെയല്ല ഈ മംഗലാപുരത്തേക്ക് നമ്മൾ എത്തുന്നതോടുകൂടി കാര്യങ്ങൾ. മംഗലാപുരം പോലെയല്ല ഹൈദരാബാദിലേക്ക് കയറുമ്പോൾ, ആന്ധ്രയിലേക്ക് നമ്മൾ പോകുമ്പോൾ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഡീഷയിലേക്കും ബീഹാറിലേക്കും പോകുമ്പോൾ രീതിയും സ്വഭാവവും കാലാവസ്ഥയും മണ്ണും ഫലങ്ങളും ഒക്കെ മാറുകയാണ്. വളരെ വലിയ വൈവിധ്യങ്ങളുള്ള സാമുദായികതകളിൽ, മതവിശ്വാസങ്ങളിൽ, ആചാരങ്ങളിൽ, വേഷവിധാനങ്ങളിൽ, ഭാഷകളിൽ, സംസ്കാരത്തിൽ ഇങ്ങനെ വലിയ വൈവിധ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ലോകത്തെ അപൂർവ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഇന്ത്യ രാജ്യത്തെ കരുത്തും നല്ല വ്യക്തതയുമുള്ള ഒരു ഭരണഘടന ഉണ്ടാകണം എന്നുള്ള നിലക്ക് അമേരിക്കന്റെയും അറബികളുടെ ബ്രിട്ടന്റെയും ലോകത്തുള്ള ജനാധിപത്യ സംവിധാനങ്ങളുടെയൊക്കെ ഭരണഘടനകളൊക്കെ ആറ്റിക്കുറക്കി വളരെ അധ്വാനിച്ചുകൊണ്ടാണ് ബാബാ സാഹിബ് അംബേദ്കർ ഭരണഘടന ഉണ്ടാക്കുന്നത്. ആ ഭരണഘടനയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു വർത്താനുണ്ട്. ഭരണഘടന എത്ര ഉഷാറായിട്ടും കാര്യമില്ല, ആ ഭരണഘടനയെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ വഷളന്മാരാണെങ്കിൽ, കൊള്ളരുതാത്തവരാണെങ്കിൽ, ഡീപൊളിറ്റിക്സ് ഉള്ളവരാണെങ്കിൽ, അണ്ടർഗ്രൗണ്ട് അജണ്ട നടത്തുന്നവരാണെങ്കിൽ, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ ദുരുപയോഗം ചെയ്യാൻ തീരുമാനിച്ചവരാണെങ്കിൽ നമ്മളിപ്പം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ മുതൽ, നമ്മുടെ പൗരത്വങ്ങൾ മുതൽ, മീഡിയ സംവിധാനങ്ങൾ മുതൽ, ED മുതൽ, പാർലമെന്റ് മുതൽ, നിയമസഭകൾ മുതൽ, അധികാര കേന്ദ്രങ്ങളെ, ഭരണഘടനയെ അടക്കം ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ പ്രസ്ഥാനം ഭരണഘടനാ സംവിധാനങ്ങളുടെ തണലിൽ നിന്നുകൊണ്ടാണ് ഏറ്റവും ആസുരമായ വേട്ടകൾ, മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഭരണഘടനയുടെ തകരാറല്ല. ആ ഭരണഘടനയെ പ്രതിനിധീകരിക്കേണ്ട ആളുകൾ വളരെ മോശപ്പെട്ടവരായാൽ എത്ര നല്ല ആശയങ്ങളും ഒന്നും അല്ലാതായിട്ട് മാറും. ഇസ്ലാം വളരെ നല്ലതാണ്, ഹിന്ദുത്വം വളരെ നല്ലതാണ്, ക്രിസ്ത്യാനിറ്റി വളരെ നല്ലതാണ്, അതുപോലെ കമ്മ്യൂണിസം വളരെ നല്ലതാണ്, ഫാസിസം വളരെ നല്ലതാണ്, ലിബറലിസം വളരെ നല്ലതാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ അതിന്റെ ആളുകൾ വളരെ മോശപ്പെട്ടവരാണെങ്കിൽ എത്ര നല്ല സാധനവും എന്താവും, ഒന്നും അല്ലാതായിട്ട് മാറും. ഞാനിത് പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ചോദിക്കുമ്പോ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയവും ദർശനവും മോശമാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എത്ര നന്നായിട്ടും കാര്യമില്ല.
എത്ര നന്നായിട്ടും കാര്യമില്ല. കാരണം അതേസമയം അടിസ്ഥാനപരമായി നന്നാവേണ്ടത് ഒരു എന്തിന്റെയും പ്രത്യയശാസ്ത്രമാണ്, അതിന്റെ ആദർശപരവും ആശയപരവുമായ അടിത്തറയാണ്, അതിന്റെ വിശ്വാസപരവും കർമ്മപരവുമായ മൂല്യങ്ങൾ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നല്ല ആശയങ്ങൾ ഉണ്ടാകാം, വളരെ മോശപ്പെട്ട ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവാം. വേറെയും തിരിച്ചു സംഭവിക്കലുണ്ട്. വളരെ നല്ല ആളുകൾ വളരെ കെട്ട ആശയങ്ങളുടെ പ്രബോധകന്മാരും പ്രചാരകന്മാരും അതിനെ പ്രസരിപ്പിക്കുന്നവരുമായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. കഥറിയാതെ ഇപ്പൊ സംഘപരിവാരൊക്കെ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രങ്ങളിൽ ഒന്നാണത്. ഇഡിയെ വിട്ട്, മീഡിയയെ വിട്ട്, അതുപോലെ തന്നെ ആളുകളെ വിട്ട്, രഹസ്യാന്വേഷണ സംഘങ്ങളെ വിട്ട് വേട്ടയാടി ഇരുട്ടിൽ അവരെ ടോർച്ചടിച്ച് സമീപിച്ച് എന്നിട്ട് അവസാനം ഏത് നല്ലവനെയും പിടിച്ചിട്ട് പറയും ഈ നമ്മളെ കൂടെ കൂടണം, കൂടിയിട്ടില്ലെങ്കിൽ എന്റെ കഥ നമ്മൾ കഴിക്കും. ഇപ്പൊ BJP-യിലേക്ക് ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സെക്യുലർ പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് CPM-ന്റെ അകത്തളങ്ങളിൽ നിന്ന് പോലും കൂടുതൽ ആളുകളും പോണത് ഇപ്പൊ സംഘപരിവാരത്തിലേക്കാണ്. BJP-യുടെ അടുക്കളയിലേക്കും അതിന്റെ കിടപ്പറയിലേക്കുമാണ് CPM-ന്റെ സുഹൃത്തുക്കൾ കണ്ടമാനപ്പ് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ ശരീരത്തിലാണ് മുട്ടയിട്ട് പെരുകിയത് RSS. ഒരു സംശയവും നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല. പഴയ കാലത്തെ ചരിത്രത്തിൽ കോൺഗ്രസിന് 2 ധാര ചരിത്രത്തിൽ പണ്ട് മുതലേ ഉണ്ടായിട്ടുണ്ട്. ഗാന്ധിയുടെ ധാര, ജവഹർലാൽ നെഹ്റുവിന്റെ ധാര, അബുൽ കലാം ആസാദിന്റെ ധാര. അതേസമയം മറുഭാഗത്ത് അതുപോലെ തന്നെ വളരെ അപകടകരമായ രീതിയിൽ സംഘപരിവാർ അതിന്റെ ഈ ചില സാധനങ്ങളും മറ്റുള്ളവരുടെ ശരീരത്തിൽ മുട്ടയിട്ടിട്ടാണ് വളർന്നു വരിക. അതിന് സ്വന്തം നിലക്ക് അതിജീവിക്കാനുള്ള വിശ്വാസപരമായ ആശയപരമായ അടിസ്ഥാനങ്ങൾ ഉണ്ടാവില്ല, സ്വന്തം നട്ടലുണ്ടാവില്ല, സ്വന്തം മസ്തിഷ്കം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താണ് അക്കേഷ്യ, ഇത്തിക്കണ്ണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരങ്ങളുണ്ടല്ലോ, മണ്ണിൽ സ്വന്തത വളരൂല. മറ്റൊരു മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് ആ മരത്തിന്റെ എല്ലാ സാധനവും വലിച്ചെടുത്തിട്ട് എന്നതുപോലെ ഇന്ത്യ രാജ്യത്ത് സംഘപരിവാരം വളർന്നത് കോൺഗ്രസിന്റെ അകത്തളങ്ങളിലാണ്. കോൺഗ്രസിന് വളരെ വലിയ നഷ്ടങ്ങൾ, കോൺഗ്രസ് ശരീരത്തിന്റെ എല്ലാ മർമ്മങ്ങളെയും അട്ടിമറിച്ച് തകിടം മറിച്ച് വലിയ പരിക്കേൽപ്പിച്ചുകൊണ്ടാണ് സംഘപരിവാർ ഇന്ത്യ രാജ്യത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ കോൺഗ്രസ് ഇപ്പൊ അതിനെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ്. നടക്കുമല്ലോ എന്നുള്ളതൊക്കെ വേറെ ചരിത്രപരമായിട്ട് ജനങ്ങളുടെയും അതിന്റെ നേതൃത്വത്തിന്റെയും അതിന്റെ നിലപാടുകളുടെയും ഭാവികാല പൊതുസമൂഹത്തിന്റെ നിലപാടുകളേക്ക് ആസ്പദിച്ച് നിൽക്കുന്നതാണ് വർത്തമാനകാലത്ത് കോൺഗ്രസ് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത്. പക്ഷെ കോൺഗ്രസിന് ഒരു പ്രവണത ഉണ്ട്. ഇപ്പോ വർത്തമാനകാലത്ത് RSS-നെ അത് കൃത്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ശത്രു RSS ആണ് എന്ന് കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ചിലപ്പോൾ നമുക്കൊക്കെ അറിയാൻ കഴിയുന്നത് പോലെ ഇന്ത്യയിൽ ഇന്ന് RSS-നെ നട്ടല് നിവർത്തി ധൈര്യസമേതം ചുണ്ടും നാക്കും കാലും കയ്യും തലയും ബുദ്ധിയും ഒക്കെ തിന്നിട്ടും RSS-നെ വിമർശിക്കാൻ മടി കാണിക്കുന്ന സാംസ്കാരിക സംഘടനയാണ്, വിശുദ്ധ പശുവാണ്, പുണ്യാളനാണ്, മണവാളനാണ്, വല്ല പുണ്യങ്ങൾ മാത്രമേ ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ളൂ എന്ന് അതിന്റെ തിക്തമായ ഫലങ്ങൾ അനുഭവിച്ചവർ പോലും മാറ്റി പറയുന്ന ലോകത്ത് വളരെ ധൈര്യപൂർവ്വം വളരെ കൃത്യമായി ഇന്ത്യയുടെ ഭരണഘടനയുടെയും ഇന്ത്യ എന്ന് പറയുന്ന ജനസംവിധാനത്തിന്റെയും ഏറ്റവും വലിയ ശത്രു സംഘപരിവാരമാണ് എന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇപ്പൊ കുറച്ചും കൂടി നന്നായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോൺഗ്രസിലുള്ള ആളുകളോട് ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കുക, ഇതിലാണെങ്കിൽ ഇതിൽ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ BJP-യിലേക്ക്, RSS-ലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം, ബാക്കിയുള്ളത് മതി. കാരണം എങ്കിലേ ഇതിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ശരീരത്തില് മുട്ടയിട്ട് വളർന്ന വളരെ മാരകമായി ഈ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കോൺഗ്രസിനെ ഉപയോഗിച്ച് വളർന്നു വന്ന പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു RSS. ആ RSS-ന്റെ ക്ഷണം കേട്ടിട്ട് ആളുകൾ ഇപ്പൊ അതിലേക്ക് ഇങ്ങനെ പോയി. ഗാന്ധിയെ വെടിവെച്ചത് മറന്നു, ഇന്ത്യ വിഭജിച്ചത് മറന്നു, ഇന്ത്യയിലെ ബാബരി മസ്ജിദ് സംവിധാനങ്ങൾ മറന്നു, ഈ രാജ്യത്തെ പൗരത്വ പരിശോധന നടത്തിയ ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യാനുള്ള പരിപാടികളുമായി പോകുന്നത് മറന്നു. ഇത് വളരെ വലിയ വിശുദ്ധ സംഘമാണ് എന്ന രീതിയിൽ വളരെ മാരകമായ കെട്ട ദർശനത്തിന്റെ പിന്നാലെ കണ്ടമാനം ആളുകൾ, വളരെ നല്ല ആളുകൾ പോലും വളരെ ദുഷിച്ച ആദർശത്തിന്റെ പിൻബലത്തിന് കൂട്ടുപിടിക്കുന്ന ആളുകളൊക്കെ എല്ലാറ്റിലും നല്ലവരുണ്ടാവും, എല്ലാവരിലും മോശപ്പെട്ടവരുണ്ടാവും ചിലപ്പോ. അപ്പോ ഒരു സംഘടനയെ, ഒരു പ്രസ്ഥാനത്തെ, ഒരു സംവിധാനത്തെ ഒന്നും വിലയിരുത്തേണ്ടത് യഥാർത്ഥത്തിൽ ഈ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടല്ല, മറിച്ച് രണ്ടും, ആളെയും നോക്കണം, ആശയത്തെയും നോക്കണം. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രസ്ഥാനത്തെ, ഒരു ആശയത്തെ, ഒരു ദർശനത്തെ, ഒരു മതത്തെ, ഒരു പാർട്ടിയെ, ഒരു സംഘടനയെ, അതിന്റെ അടിസ്ഥാനങ്ങളെ, അവർ നടപ്പിലാക്കുന്ന കാര്യങ്ങളെയൊക്കെ വിശകലനം ചെയ്യാൻ അതിന്റെ ആദർശം എന്താണ്, അതിനെ പ്രതിനിധീകരിക്കുന്ന ഇയാളുടെ രീതിശാസ്ത്രം എന്താണ്, നിലപാടെന്താണ്, ഇങ്ങനെ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി വളരെ ധൈര്യപൂർവ്വം മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കും. ജമാഅത്തെ ഇസ്ലാമി
ആശയത്തിലും ദർശനത്തിലും അതിന്റെ പ്രയോഗത്തിലും ഇസ്ലാമിക പ്രസ്ഥാനം ഇതൊരു അവകാശവാദ അഹങ്കാര പ്രഖ്യാപനമൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമി എന്തോ വിശുദ്ധ പശുവാണ്. മറ്റേ രാജേഷിനോട് ചോദിക്കുന്നുണ്ട്, ഏതോ മീഡിയക്കാരൻ ചോദിക്കുന്നു നമ്മുടെ മന്ത്രിയോട്, എന്താ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോഴേക്ക് നിങ്ങളെന്തരങ്ങൾ? അപ്പോ അദ്ദേഹം അങ്ങോട്ട് ചോദിക്കുക, ജമാഅത്തെ ഇസ്ലാമി എന്താ വിശുദ്ധ പശുവാണോ, പുണ്യാളനാണോ? ഇവിടെ എല്ലാരും വിമർശിക്കല്ലേ, പിന്നെ എന്താ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നത്? നമ്മുടെ ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ച് രക്ഷപ്പെടേണ്ട സാധനങ്ങളല്ല ഇതൊന്നും. ഉള്ളതുപോലെ ധൈര്യമായിട്ട് നമുക്ക് പറയാം ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുന്നു എന്നല്ല. ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കപ്പെട്ടതുപോലെ അതിന്റെ 1-ാം തീയതി മുതൽ ഈ നിമിഷം വരെ. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും വലിയ പേടിയൊന്നുമില്ല. ഇനിയിപ്പോ CPM അല്ല, ആര് തന്നെ എന്ന് പറഞ്ഞാലും ശരി, സംഘപരിവാരം അടക്കമുള്ള സംഘപരിവാരമുള്ള ഇന്ത്യയിലെ അധികാര ശക്തി എന്ന് പറയുന്നത് സൈന്യം അതിന്റെ കയ്യിലാണ്, കോടതി അതിന്റെ കയ്യിലാണ്, ED അതിന്റെ കയ്യിലാണ്, VD അതിന്റെ കയ്യിലാണ്, എല്ലാ സാധനവും അതിന്റെ കയ്യിലാണ്. അത് വെച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമി അത് വേട്ടയാടാൻ തീരുമാനിച്ചാൽ പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പേടിയില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ആശയത്തിലും പ്രയോഗത്തിലും വളരെ സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അതിന്റെ ആദർശം തന്നെയായിരിക്കാം. കാരണം പലതിനെയും നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കുന്നവർ ടാർഗറ്റ് ചെയ്യേണ്ടത് ആശയങ്ങളെയും ദർശനങ്ങളെയുമാണ്, വ്യക്തികളെയല്ല. ആ വ്യക്തി ഉഷാറാണ്, അതുകൊണ്ട് ആ സംഘടന നല്ലതാണ്. ആ വ്യക്തി കുറെ കുടുംബക്കാർ അതിലാണുള്ളത്, അതുകൊണ്ട് ആ സംഘടന വളരെ മെച്ചപ്പെട്ടതാണ് എന്ന് പറയുന്നതിന് പകരം ആശയം എന്താണ്, ദർശനം എന്താണ്, എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം പരിശോധനകൾ നടത്തിക്കൊണ്ട് വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും സംഘങ്ങളെയും രാഷ്ട്രങ്ങളെയും ഒക്കെ വിശകലനം ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ അവരുടെ ആശയങ്ങളെയും ദർശനങ്ങളെയും വെച്ചുകൊണ്ടാണ്. അങ്ങനെ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ജമാഅത്തെ ഇസ്ലാമി എന്ത് ആശയത്തിന് വേണ്ടി, എന്ത് ദർശനത്തിന് വേണ്ടിയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? ധൈര്യപൂർവ്വം ജമാഅത്തെ ഇസ്ലാമി പറയും. ജമാഅത്തെ ഇസ്ലാമി ആകെ മനുഷ്യന്മാരോട് പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഏത് ആശയത്തിലേക്കാണ് ജനങ്ങളെ വിളിക്കുന്നത്, എന്ത് ദർശനത്തിലേക്കാണ് വിളിക്കുന്നത്, ഏത് അഖീദയിലേക്കാണ് വിളിക്കുന്നത്, ആശയപരമായിട്ട് ജമാഅത്തെ ഇസ്ലാമി എവിടെയാണ് നിൽക്കുന്നത്? അതിന് ഒരു സംശയവും ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾക്ക് അറിയാം. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം സമുദായം മൊത്തത്തിൽ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാകുന്നു, മൂസാ റസൂലുള്ളാഹ്, മൂസാ നബി അല്ലാഹുവിന്റെ റസൂലാകുന്നു, ഈസാ റസൂലുള്ളാഹ്, ഈസാ നബി അല്ലാഹുവിന്റെ റസൂലാകുന്നു, ഇബ്രാഹിം റസൂലുള്ളാഹ്, ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ റസൂലാകുന്നു. അങ്ങനെ 1,00,000-ലധികം റസൂലുമാർ വന്ന് അല്ലാഹുവിന്റെ ദൂതന്മാർ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഗൗരവതരമായ വർത്തമാനം, അടിസ്ഥാനപരമായ വാക്യം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹ് ഉണ്ടാകാൻ പാടില്ല, ദൈവമല്ലാതെ ദൈവം ഉണ്ടാകാൻ പാടില്ല, ഈശ്വരനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകാൻ പാടില്ല, കർത്താവല്ലാതെ മറ്റൊരു കർത്താവ് ഉണ്ടാകാൻ പാടില്ല. മോഡിയെ 2 പ്രധാനമന്ത്രി ഉണ്ടാകാൻ പറ്റൂലല്ലോ. നമ്മുടെ യുക്തിപൂർവ്വം ആലോചിച്ചാൽ, ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോടില്ല. ഒരു രാജ്യത്തിന് 2 പ്രധാനമന്ത്രി നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഒരിക്കലും സമ്മതിക്കാമല്ലോ. ഒരു പഞ്ചായത്തിന് 2 പ്രസിഡന്റ്, 1 വൈസ് പ്രസിഡന്റ്, 1 പ്രസിഡന്റ്. ഒരു സ്കൂളിന് 2 ഹെഡ്മാസ്റ്റർ ഉണ്ടാവില്ല, 1 ഹെഡ്മാസ്റ്റർ ഉണ്ടാവുള്ളൂ. എല്ലാം അങ്ങനെ. ഒരു വീട്ടിൽ 1 വാപ്പ, ഒരു കുട്ടിക്ക് 2 വാപ്പ ഉണ്ടാവില്ല. ഒരിക്കലും 2 അച്ഛൻ ഉണ്ടാവില്ല. ഒരച്ഛൻ. കുഞ്ഞുണ്ണി മാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒറ്റൊന്നുള്ളൂ, അതുകൊണ്ട് ദൈവം ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ. ഞാൻ രണ്ടല്ല, അതുകൊണ്ട് ദൈവം 2 ദൈവം 2 ഇല്ല. ഇത് ഇസ്ലാമിന്റെ പ്രമാണമൊന്നുമല്ല. എല്ലാ വേദഗ്രന്ഥങ്ങളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ, വേദഗ്രന്ഥങ്ങളെ കുറച്ചും കൂടി ആഴത്തിൽ നമ്മൾ പഠിക്കണം. ഖുർആന്, തൗറാത്ത്, ഇഞ്ചീല്, ഗീത, സന്തവസ്ഥ, തിരുക്കുറള്, ധർമ്മപദം, ലോകത്ത് നിലകൊള്ളുന്ന വ്യത്യസ്ത വിശ്വാസ വിഭാഗങ്ങളുടെ കൈകളിലുള്ള വേദഭാഗങ്ങളിലേക്ക്, ഇതിഹാസങ്ങളിലേക്കും പുരാണങ്ങളിലേക്കും ഒക്കെ നമ്മൾ കയറി ചെന്നാൽ അടിസ്ഥാനപരമായി അത് യോജിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ദൈവം, അല്ലാഹു, ഈശ്വരൻ, കർത്താവ്, ഗോഡ്, ഖുദാ, അതൊന്നാകുന്നു. യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് ഖുൽ ഇന്ന ഹാദിഹി സബീലി, ഇതാണ് വഴി, നിങ്ങൾ എല്ലാവരും വിളിക്ക്. ലോകത്തുള്ള ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെയും അതുപോലെ തന്നെ ബുദ്ധമതക്കാരനെയും ജൈനമതക്കാരനെയും ഏത് മതക്കാരനെയും വിളിക്കൂ. ക്യാപിറ്റലിസ്റ്റും ഫാസിസ്റ്റും സയനിസ്റ്റും ഇമ്പീരിയലിസ്റ്റും ഒന്നും വിളിക്കണ്ട. കാരണം അവിടെ ദൈവമില്ല. കമ്മ്യൂണിസത്തിലൊന്നും ദൈവത്തിന് ഒരു സ്ഥാനമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പോലെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അങ്ങനെ ഒരു സാധനം ഉള്ളത് കൊണ്ടോ അത് അടിസ്ഥാനപരമായത് കൊണ്ടോ അല്ല. അതേസമയം വേദഗ്രന്ഥങ്ങളിലൊക്കെ തന്നെയും അതിന്റെ മർമ്മം, അതിന്റെ ന്യൂക്ലിയസ്, അത് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ മർമ്മം ദൈവകേന്ദ്രീകൃതമായിരിക്കണം, അള്ളാഹുവിന്റെ നിലപാടുകൾക്കനുസരിച്ചായിരിക്കണം. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത്, അവനാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്,
ഈ പ്രപഞ്ചത്തിൽ സൂര്യചന്ദ്രന്മാർ നക്ഷത്രാദികളെ വെച്ചത് അവനാണ്. സ്പേസ് എന്ന് പറയുന്ന ഈ അന്തരീക്ഷത്തെ സൃഷ്ടിച്ചു വെച്ചത് ദൈവം തമ്പുരാനാണ്, അള്ളാഹുവാണ്. ഇവിടെ കാണുന്ന കോടാനുകോടി ചരാചരങ്ങളെ സൃഷ്ടിക്കുന്നതിൽ കമ്മ്യൂണിസത്തിന് പങ്കില്ല, സെക്യുലറിസത്തിന് പങ്കില്ല, ഡെമോക്രസിക്ക് പങ്കില്ല, അതുപോലെ തന്നെ ഫാസിസത്തിനോ ഇമ്പീരിയലിസത്തിനോ സയനിസത്തിനോ ക്യാപിറ്റലിസത്തിനോ ഒരു പങ്കുമില്ല. ഇനി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ബുദ്ധമതക്കാരും ജൈനമതക്കാരും കൂടി അവനവനെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് ദൈവം തമ്പുരാനാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമ്മൾ പോയാൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൈവം തമ്പുരാൻ, ഈശ്വരൻ, അള്ളാഹു വ്യത്യസ്തമായ വേദങ്ങളിലൂടെ മഹാപ്രവാചകന്മാരിലൂടെ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളുടെ നിലപാടുകൾ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി വളരെ ഗൗരവതരമായും മനോഹരമായും വിശദീകരിച്ചത് ഈ വേദവാക്യങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് ഇവിടുത്തെ ഹിന്ദുവിനോടും മുസ്ലിമിനോടും ക്രിസ്ത്യാനിയോടും കമ്മ്യൂണിസ്റ്റിനോടും കോൺഗ്രസിനോടും ലീഗിനോടും ഒക്കെ ജമാഅത്തിന് പറയാനുള്ളത് ഒരൊറ്റ വർത്താനാണ്: അള്ളാഹിനെ ഇലാഹായിട്ട് അംഗീകരിക്കണം. ദൈവമാകുന്നു ഇലാഹ്, അള്ളാഹു. അതിന്റെ രണ്ടാമത്തെ ഒരു ചർച്ച എന്ന് പറയുന്നത് പ്രവാചകന്മാരൊക്കെ വന്നത് ദൈവമുണ്ട് എന്ന് പറയാനല്ല. അത് നമുക്കൊക്കെ അറിയാം ഉണ്ട് എന്നുള്ളത്. ആർക്കാണ് ദൈവം ഉണ്ട് എന്നറിയാത്തത്? വളരെ കുറച്ച് ആളുകൾ മാത്രമേ ദൈവമല്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവുള്ളൂ. ഇന്ന് വേറെ സാധനമായിട്ട് അത് വരുന്നുണ്ട്. സംഘപരിവാരത്തിനും അതുപോലെ തന്നെ നിരീശ്വര നിർമ്മതവാദത്തിനും ഒക്കെ കൂട്ടുപിടിച്ചിട്ട് വേറൊരു സാധനം ഉണ്ടല്ലോ. എന്താണ് ഇത്? നമ്മുടെ എത്തിസം അല്ലെങ്കിൽ അനാർക്കിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരീശ്വര നിർമ്മതവാദം എന്നൊക്കെ പറഞ്ഞിട്ട് സംഘപരിവാരത്തിനും സയനിസത്തിനും ഒക്കെ ചൂട്ടുപിടിക്കുന്ന നിർമ്മത നിരീശ്വര പ്രസ്ഥാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ കുറിച്ചൊന്നുമില്ല പറയാം. ഭൂരിപക്ഷ മനുഷ്യരും ദൈവവിശ്വാസികളാണ്. ഈ മനുഷ്യനോ അതിന്റെ ഒരു ഭാഗത്ത് ജനങ്ങളോട് നിങ്ങൾ ചോദിക്കുക, ഈ ആകാശഭൂമികളൊക്കെ ആരാ സൃഷ്ടിച്ചത്? നിങ്ങൾ നരേന്ദ്രമോദിയോട് ചോദിക്കുക, ഈ ആകാശഭൂമിയൊക്കെ ആരാ ഉണ്ടാക്കിയത്? ഗംഗാ നദിയും ബ്രഹ്മപുത്രയും യമുനയൊക്കെ ആരാ ഉണ്ടാക്കിയത്? നേത്രാവതിയും ഭാരതപ്പുഴയൊക്കെ ആരാ ഉണ്ടാക്കിയത്? വിന്ധ്യാതിര പർവ്വതനിരകളും ആൽപ്പസും അതുപോലെ തന്നെ എവറസ്റ്റും ഒക്കെ ആരാ ഉണ്ടാക്കിയത്? സഹാറയും രാജസ്ഥാനിലെ മരുഭൂമിയും ആമസോൺ കാടുകളും ഒക്കെ ആരാ ഉണ്ടാക്കിയത്? ഈ അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികളും മഹാസമുദ്രങ്ങളും പസഫിക്കും അതുപോലെ തന്നെ അറ്റ്ലാന്റിക്കും ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഒക്കെ ആരുണ്ടാക്കി? ഇവിടെ വരും ഞങ്ങളെ ഗവൺമെന്റാണ് പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾ ചെയ്ത പണിയാണത്. ഇവിടെ ഒരു ഹിമാലയം വേണമെന്ന് ഞങ്ങളെ പാർട്ടി തീരുമാനിച്ചു, അവിടെ അറ്റ്ലാന്റിക് വേണമെന്ന് ഞങ്ങള് ലാറ്റിൻ അമേരിക്കയും കൂടി തീരുമാനിച്ച്, ഇപ്പുറത്തെ ഞങ്ങൾ മറ്റേ വേണമെന്ന് തീരുമാനിച്ചു. ആര് പറയാൻ? ഭൂമി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാട്ടോ. എനിക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാൻ, നമ്മൾ ഈ ആലോചിക്കുന്ന പോലെ ഖുർആനിൽ വളരെ ഗൗരവതരമായ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട്. വലില്ലാഹി മാഫി സമാവാതി വലിൽ അർള് വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർള്. ആകാശത്തിന്റെയും ഭൂമിയുടെയും അധിപൻ അല്ലാഹുവാകുന്നു. ആകാശം എന്ന് പറഞ്ഞ സ്പേസ്, ഈ മഹാപ്രപഞ്ചം 93 ട്രില്യൺ ബില്യൺ പ്രകാശവർഷം ദൂരെ പരന്നു കിടക്കുന്ന, കണ്ണുകൊണ്ട് കണ്ടത് അത്രയേ ഉള്ളൂ. മനുഷ്യൻ കണ്ടെത്തിയ ദൂര ടെലസ്കോപ്പുകൾ വെച്ചിട്ട് 93 കോടി ബില്യൺ പ്രകാശവർഷം വലുപ്പമുള്ള, പ്രകാശവർഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ബുദ്ധിക്കണ്ട് കയറൂല. ഒരു സെക്കൻഡിൽ 2 ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഒരു സെക്കൻഡിൽ ഒന്ന് എണ്ണുമ്പോ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് പ്രകാശമാണ്. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും വേഗതയിൽ മനുഷ്യൻ സഞ്ചരിച്ചാൽ പോലും 93 കോടി ബില്യൺ വർഷം സഞ്ചരിച്ചാൽ പോലും, പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും എത്താത്ത വണ്ണമുള്ള ബൃഹത്തായ ഈ സ്പേസ്, ഈ ആകാശം, ഈ പ്രപഞ്ചം ആര്? അത് CPM ആണ്, അത് കോൺഗ്രസ് ആണ്, അത് ഹിന്ദുക്കളാണ്, അത് മുസ്ലിങ്ങളാണ്, അത് ഇന്ത്യയാണ്, അത് പാകിസ്ഥാനാണ്, അത് അമേരിക്കയാണ്, തൊഴിലാളിയാണ്, മുതലാളിയാണ്. എന്ത് തൊഴിലാളി, എന്ത് മുതലാളി? നമ്മുടെ ശരീരത്തിലൂടെ വരിച്ചു കിടക്കുന്ന ഒരു ഉറുമ്പ് ഒരുക്കാണ് ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. ഞാൻ ഒരു ഉറുമ്പ് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ എങ്ങനെ ഉണ്ടാവും? ചെറിയൊരു ഉറുമ്പ്. കോടാനുകോടി പരമാണുക്കൾ വൈറസുകളാണ് നമ്മുടെ ശരീരം മുഴുവൻ. ഒരു വൈറസ് നമ്മുടെ ഈ ശരീരത്തിൽ എന്നിട്ട് വിചാരിക്കാൻ ഞാനാണിത്. കോടാനുകോടി വൈറസുകളിലെ നിസ്സാരനായ ഒരു വൈറസ് ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിന്റെ വലുപ്പത്തിൽ ആ വൈറസ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. ഇതുപോലെയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അത്രയും. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഈ രാത്രി ആകാശത്തേക്ക് നോക്കുക, ഇപ്പൊ കാണൂല, ഈ കണ്ടമാന ലൈറ്റ് ഒക്കെ ഉണ്ടാവുമ്പോ ആകാശത്തേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളെ കാണൂല. എല്ലാം ഇരുട്ടാവുമ്പോ, നല്ല ഇരുട്ടുള്ള രാത്രിയില് നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ട് കണ്ണിന്റെ മുമ്പിൽ നിങ്ങളുടെ ചൂണ്ടുവിരൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ മറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, നിങ്ങളെ കൈ കൊണ്ട് മറയുന്ന ഭാഗം 2 ലക്ഷം കോടി നക്ഷത്രങ്ങൾ. 2 ലക്ഷം കോടി നക്ഷത്രങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് ഈ വിരല് കൊണ്ട് മറയുന്ന ആകാശത്തിലെ ആ സ്പേസിലുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളെ വിരലുകൊണ്ട് പറക്കണ ഭാഗത്ത് എന്താണ് ഈ മഹാപ്രപഞ്ചം? ആരാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ? ആരാണ് ഇത് ഉണ്ടാക്കിയത്? എവിടെ നിന്നാണ് നിങ്ങൾ വന്നത്? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അതിനെയും വില കുറച്ച് കാണിക്കുന്നുണ്ട്. മനുഷ്യന്മാരിപ്പോ ഈ കെട്ട കളിയൊക്കെ കളിക്കണം എന്തിനാ? മതവും ജാതിയും വർഗവും സമുദായവും ഉദ്യോഗവും പദവിയും ഒക്കെ പറഞ്ഞിട്ട് കളിക്കുന്നത് എന്താ? സമ്പത്ത് ഉണ്ടാവണം, അധികാരം ഉണ്ടാവണം,
പിടിച്ചടക്കണം, അധിനിവേശം നടത്തണം, അടിച്ചമർത്തണം, കയ്യിലൊതുക്കണം, എല്ലാറ്റിന്റെയും ആള് ഞാനാണ് എന്ന് പറയണം. അതിനു വേണ്ടിയിട്ട് ട്രംപ് ബില്ലുകൾ പാസാക്കുന്നു, കപ്പലുകളിൽ പടനീക്കങ്ങൾ നടത്തുന്നു, മുടൂരയെയും പെണ്ണുങ്ങളെയൊക്കെ രായ്ക്ക് രാമാനം കട്ടെടുത്ത് കൊണ്ടുപോകുന്നു. RSSും സംഘപരിവാരവും സമുദായത്തിന്റെ പൗരത്വം പരിശോധിച്ച് ഒരു മനുഷ്യരാണോ അതല്ല വേറെ എന്തോ അല്ല ഗ്രഹത്തിൽ നിന്ന് വന്ന അന്യജീവികളാണോ എന്ന രീതിയിൽ വോട്ടേഴ്സ് പരിശോധന നടത്തി. വോട്ടേഴ്സ് പരിശോധന പറഞ്ഞാൽ വലിയ തട്ടിപ്പാട്ടോ. മുസ്ലിങ്ങളെ സെൻസസ് എടുക്കാൻ മാത്രമുള്ള ധൈര്യം RSSനില്ല. അതുകൊണ്ട് പൊതുജനങ്ങളുടെ ചെലവിൽ തന്നെ എന്ത് ചെയ്യണം, മൊത്തം എല്ലാവരെയും കണക്കെടുക്കുക. ആ കണക്കെടുത്തിട്ട് മുസ്ലിങ്ങൾ എങ്ങനെ പുറത്താക്കാൻ പറ്റുന്നതാണ് RSS അതിഗംഭീരമായ ഗവേഷണം നടത്തി. നോട്ട് നിരോധിച്ച് കൊള്ള ചെയ്തതുപോലെ തന്നെ സംഘപരിവാർ നടത്തിയ വളരെ വലിയ പദ്ധതികളിലൊന്നാണ് ഇപ്പോഴത്തെ SCR എന്ന് പറയുന്ന പ്രക്രിയ. ഇതൊക്കെ നടത്തുന്നത് എന്തിനാ? അധികാരം, പദവി, സമ്പത്ത്. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സാധനം. നമ്മൾ നേരത്തെ 3 ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നമ്മുടെ സൗരയൂഥം എന്ന് പറയുന്ന സാധനം ഉണ്ട്. സൗരയൂഥം എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അവിടുത്തെ വാപ്പ, അച്ഛൻ. അതിന് ചുറ്റുമാണ് മക്കളൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭൂമി, ചൊവ്വ, ശനി, വ്യാഴം എന്നൊക്കെ പറയുന്ന ഗ്രഹങ്ങളൊക്കെ. ആ സൗരയൂഥം എന്ന് പറഞ്ഞാല് ഒരു 3 ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ വലുപ്പം ഉണ്ടാവുന്ന 3 ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ വലുപ്പം ഗാലക്സിയിൽ, ക്ഷീരപഥത്തിൽ, മിൽക്കി വേയിൽ ആ ഒരു കുടുംബാണത്. അപ്പൊ നമ്മുടെ എന്താണ് പറയാ, ഈ ഇതിപ്പോ ഏതാ പഞ്ചായത്ത് എനിക്കറിയില്ല. ഈ പഞ്ചായത്തുണ്ട്. ഇവിടെ 5000 വീടുണ്ട് എന്ന് വെച്ചോ, 6000 വീടുണ്ട്. ആ 6000 വീടുകൾ നമ്മൾ എന്ത് ചെയ്യും, 200, 300, 400 വീടുകളെ വാർഡുകളാക്കി തിരിക്കും. ആ വാർഡുകളിൽ തന്നെ 15, 10, 20 വീടുകളെ ക്ലസ്റ്ററുകളാക്കി തിരിക്കും. ആ ക്ലസ്റ്ററിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, 10 വീട്, 5 വീട് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ മുറിച്ച് കൊണ്ടുവന്നാൽ സൗരയൂഥം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കുടുംബമാണ്. സൂര്യനും ആ ഭൂമിയും വ്യാഴമൊക്കെ അടങ്ങുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ വാപ്പയാണ്, അച്ഛനാണ്, ഡാഡിയാണ് സൂര്യൻ. ഒരു മിഡിൽ സൈസ് നക്ഷത്രം, വന്നജമി ഇദാ ഹവ എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഭീകരൻ നക്ഷത്രമോ വലിയ ചെറിയ നക്ഷത്രമോ അല്ല. ഒരു മിഡിൽ സൈസ് സാധാരണ മധ്യമ രീതിയിലുള്ള ഒരു നക്ഷത്രം മാത്രമാണ് സൂര്യൻ. ആ സൂര്യന് ചുറ്റും കിടക്കുന്ന ഭൂമി ഈ വലിയ പഞ്ചായത്തില് ഒരു വീട് എന്ന് പറഞ്ഞാൽ എന്താ, 6000 വീടിലോടുത്ത്. പഞ്ചായത്ത് ഇത് മാത്രമല്ലല്ലോ ഉള്ളത്. കാസർഗോഡ് ജില്ലയിൽ എത്ര പഞ്ചായത്തുണ്ട്, കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ട്, ദക്ഷിണേന്ത്യയിൽ എത്ര പഞ്ചായത്തുണ്ട്, ഇന്ത്യയിൽ എത്ര പഞ്ചായത്തുണ്ട്, ഏഷ്യയിൽ എത്ര പഞ്ചായത്തുണ്ട്, അതുപോലെ തന്നെ മൊത്തം ഭൂമിയിൽ എത്ര പഞ്ചായത്തുകളുണ്ട്. അപ്പം ഭൂമി മാത്രമാണോ ഇവിടെ ഉള്ളത്? അപ്പൊ ഈ ഒരു സൂര്യൻ, ആ സൂര്യന് ചുറ്റുമുള്ള ഒരു വീട്ടിലെ അംഗമാണ് ആര്? ഭൂമി. ആ സൂര്യന് ചുറ്റുമുള്ള ഭൂമി, ആ സൂര്യന് ചുറ്റുമുള്ള വലുപ്പത്തിനെ ചെറുതാക്കി നിങ്ങൾ കൊണ്ടുവന്നാല് 3 ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ വലുപ്പമുള്ള ഒരു സ്ഥലമായിട്ട് നിങ്ങൾ സങ്കല്പിച്ച ഒരു സാധാരണ ക്രിക്കറ്റ് പന്തുണ്ട്. കുട്ടികൾക്കറിയും ക്രിക്കറ്റ് കളിക്കണവരാണെങ്കിൽ. ഇപ്പൊ കാര്യമായിട്ട് നടക്കണ കളികളാ. ബംഗ്ലാദേശും ഇന്ത്യയൊക്കെ തമ്മിൽ പ്രശ്നമൊക്കെ ഉണ്ടായില്ലേ, പാകിസ്ഥാനായിട്ടൊക്കെ. അങ്ങോട്ട് കളിക്കണം, ഓനെ കൂട്ടണം, ഓനെ പുറത്താക്കണം, ഓനെ അകത്താക്കണം. സവർണ മേധാവിത്വവും വലുപ്പത്വവും ചെറുപ്പമൊക്കെ അതിലൊക്കെ കടന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കിടക്കട്ടെ അവിടെ. ആ ക്രിക്കറ്റ് പന്ത് ഈ 3 ഗ്രൗണ്ടിൽ നിങ്ങൾ നടുവിൽ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ട് വെച്ചോ. എന്താണ് ആ ഗ്രൗണ്ടും ആ പന്തും തമ്മിലുള്ള വലുപ്പം? അത്ര വലിപ്പേ ഭൂമിക്കുള്ളൂ. ഒരു വീട്ടിലൊരു ചെറിയ കുട്ടിക്ക് എന്താ റോള് എന്ന് പറഞ്ഞ പോലെ ഈ സൗരയൂഥത്തിൽ സൂര്യന്റെ ചുറ്റുമുള്ള സൗരയൂഥ വലയത്തിൽ ഭൂമി എന്ന് പറയുന്നത് വലിയ 3 ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ കൂടിയാലുള്ള വലുപ്പമുള്ള ഒരു സ്റ്റേഡിയത്തിൽ ഒരു സാധാരണ ക്രിക്കറ്റ് പന്ത് വലുപ്പത്തിന്റെ മാത്രമേ ഭൂമിക്കുള്ളൂ. റസൂൽ അത് വേറെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. റസൂൽ പറയുന്നുണ്ട്, നിങ്ങൾ കടലിൽ പോവാ. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികതയെ, ദുനിയാവിനെ, അതിന്റെ വ്യാമോഹങ്ങളെ, അതിന്റെ കൈവശപ്പെടുത്തലുകളെ ചൂണ്ടിക്കൊണ്ട് റസൂൽ തിരുമേനി പറഞ്ഞു, നിങ്ങൾ കടലിന്റെ മുമ്പിൽ, അറബിക്കടലില്ലേ ഇവിടെ, നിങ്ങൾ അവിടെ പോവാ. പഞ്ചായത്ത് പ്രസിഡന്റും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പള്ളി കമ്മിറ്റിയും വാപ്പയും ഉമ്മയും മുതലാളിയും ഉദ്യോഗസ്ഥനും പ്രസിഡന്റോ ഒക്കെ അവിടെ പോവാ. എന്നിട്ട് നിങ്ങളുടെ ചൂണ്ടുവിരൽ കൊണ്ട് സമുദ്രത്തിൽ നിങ്ങൾ മുക്കുക. ആ മുക്കുന്ന സന്ദർഭത്തിൽ ഒരു തുള്ളി വെള്ളം ഇവിടെ വരും. അത്രേ ഈ കയ്യിന് എടുക്കാൻ പറ്റുള്ളൂ. ഒരു തുള്ളി വെള്ളത്തിനെ ഇതിനെ എടുക്കാൻ കഴിയുള്ളൂ. അതാണ് ഭൂമി, അതാണ് ദുനിയാവ്. ഈ മഹാപ്രപഞ്ചത്തിൽ അതിനേക്കാൾ നിസ്സാരമാണ് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല, ദൈവം തമ്പുരാൻ, ഈശ്വരൻ, കർത്താവ് ഭൂമിക്ക് കൊടുത്തിട്ടില്ല. വളരെ നിസ്സാരമാണ് ഈ ഭൂമി. എന്നിട്ട് ഈ ഭൂമിയിൽ കിടന്നിട്ട് ജാതി, മതവും, വർഗവും, സമുദായവും ഒക്കെ പറഞ്ഞിട്ട് അടച്ചാക്ഷേപിച്ച്, പരിഹസിച്ച്, അട്ടിമറിച്ച്, തോൽപ്പിച്ച്, പിടിച്ചടക്കി, അങ്ങനെ എല്ലാ അഹങ്കാരങ്ങളും അധിനിവേശങ്ങളും നടത്തി ഒക്കെ കൂടി നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ട് വല്ല കാര്യമുണ്ടോ മനുഷ്യന്മാരെ? ഈ ഭൂമി നിങ്ങളുടെ കയ്യിൽ നിൽക്കുമോ? ഭൂമി തവിട് പൊടിയാക്കപ്പെട്ടാൽ, ഇടിച്ച് തമർക്കപ്പെട്ടാൽ, നശിപ്പിക്കപ്പെട്ടാൽ, അതുപോലെ തന്നെ ഭൂമി വിറപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത്ര വശങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതൽ പഠിച്ചു നോക്കുന്നുണ്ട്. ഈ അടുത്ത് എത്യോപ്യയിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടി. അറിയോ നിങ്ങൾ? 12,000 കൊല്ലം മുമ്പ് പൊട്ടിയതാ മൂപ്പര്. പണ്ട് 12,000 കൊല്ലം മുമ്പുള്ള ഒരു അഗ്നിപർവ്വതം സോമാലിയയില് ഇക്കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് പൊട്ടി.
12,000 കൊല്ലത്തിന് ശേഷം പാർട്ടി മതവും സംഘടനയൊന്നും പ്രാർത്ഥിച്ചിട്ട് അത് പൊട്ടാതിരിക്കൂല. കാരണം നമ്മളെ നിയന്ത്രണത്തിലല്ല. പലവിലാഹിം കുന്തും വേറെ മതിയിരുന്നവർ ഭൂമി നിയന്ത്രിക്കുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാലോ. അത് പൊട്ടിയത് മാത്രമല്ല, പൊട്ടിയിട്ട് അതിന്റെ എല്ലാ സാധനങ്ങളും ആകാശത്തേക്ക് കയറിയിട്ട് 15 കിലോമീറ്റർ ഉയരത്തിൽ അത്രയും ഭീകരമായ സ്ഫോടനമാണ് നടന്നത്. എന്നിട്ട് അതിലെ പൊടിപടലങ്ങളും അതുപോലെ തന്നെ കല്ലിന്റെയും മണ്ണിന്റെയും ഒക്കെ പടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോവുകയാണ്. 15 കിലോമീറ്റർ പൊന്തിയിട്ട് ചെങ്കടല് കടന്ന് മിഡിൽ ഈസ്റ്റ് കടന്ന് അറബിക്കടലും കടന്ന് ഗുജറാത്തിലും കറാച്ചിയിലും അടക്കം ഈ പൊടിപടലങ്ങൾ വന്നു. അന്താരാഷ്ട്ര വിമാന സർവീസുകളെ മുഴുവൻ അത് മിഡിൽ ഈസ്റ്റിലേക്കും അതുവഴി കടന്നു പോകേണ്ട വിമാന സർവീസുകളേക്കും മൂപ്പരെ റദ്ദാക്കിച്ച്. ഇതൊക്കെയാണ് ഭൂമി എന്ന് പറയുന്നത്. വളരെ ചെറിയതാണ് ഈ ഭൂമി. അതുകൊണ്ട് അല്ലാഹു നിങ്ങൾ ഈ ഭൂമി നിങ്ങൾക്ക് വലിയ അനുയായികളും സംഘവും നേതാക്കന്മാരാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ജിന്ദാബാദൊക്കെ വിളിച്ചു വരുമല്ലോ. ഞങ്ങളാണ്, നിങ്ങളാണ്, നമ്മളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെയൊക്കെ അപ്പുറം ദൈവം തമ്പുരാൻ മാലാഖമാരോടുകൂടി എല്ലാറ്റിനെയും തകിടം മറിച്ച് നിങ്ങളുടെ മുമ്പിൽ അണിയണിയായി വന്ന് നിന്നാൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഭൂമിക്ക് ഒരു വിലയില്ല എന്ന്. വളരെ നിസ്സാരമായ ഭൂമി. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെന്തിനാണെന്ന് നിങ്ങള് ദൈവമാണ് ഇതൊക്കെ സൃഷ്ടിച്ചതെന്ന് പറയാനാ. ഇതിൽ ശാസ്ത്രത്തിനോ സമ്പത്തിനോ ഭരണകൂടത്തിനോ മതങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ വ്യക്തികൾക്കോ കുടുംബങ്ങൾക്കോ ഒന്നും ഒരു പങ്കുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ദൈവത്തിൻ്റെതാണ് ഭൂമി, അവന്റേതാണ് ഈ പ്രപഞ്ചം. ആ ദൈവം തമ്പുരാനെ നിങ്ങൾ അനുസരിക്കണം, അവനെ നിങ്ങൾ ഇലാഹായിട്ട് അംഗീകരിക്കണം. കേരളമാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിയാണ് നിങ്ങൾ സമ്മതിക്കണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിങ്ങൾ സമ്മതിക്കണം. എന്നതുപോലെ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ, ഉടമസ്ഥൻ, പരമാധികാരി, സുപ്രീം സോവറിറ്റി, അതിന്റെ എല്ലാ സംഗതികളും പറയാനുള്ള അധികാരം ദൈവത്തിനാണ്, അള്ളാഹുവിനാണ്. അതുകൊണ്ട് ആ ചർച്ചയാണ് വേദങ്ങളിലൊക്കെ ഉള്ളത്. അള്ളാഹുവിനെ അംഗീകരിക്കണം, അള്ളാഹ് ഇലാഹാണെന്ന് അംഗീകരിക്കണം. ജമാഅത്തെ ഇസ്ലാമി യാതൊരു ഭയമില്ലാതെ ഇവിടുത്തെ എല്ലാ മനുഷ്യരോടും, ഇവിടെ ആര് താമസിക്കുന്നുണ്ടെങ്കിലും നമ്മൾ സംഭാഷണം നടത്തും. അപ്പൊ CPM സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഭരണത്തിന്റെ പോലീസുകള്, അതിന്റെ മതഹുകള്, അതിന്റെ സിഫത്തുകള്, അത് നടത്തിയിട്ടുള്ള പുണ്യകർമ്മങ്ങള്, അതിലൂടെ കിട്ടിയിട്ടുള്ള ഭയങ്കരമായ വികസന മുന്നേറ്റങ്ങള് വരണം. അങ്ങനെയൊക്കെ വരണം, എല്ലാവരുടെ വരണം കേട്ടോ. സെലക്ടഡ് ആളടുത്ത് പോകരുത്. നിങ്ങൾ നമ്മൾ എല്ലാവരുടെയും വാ, നമുക്ക് തമ്മിൽ പറയാം, നമുക്ക് തമ്മിൽ കേൾക്കാം, നമുക്ക് തമ്മിൽ പങ്കുവെക്കാം. എന്താണ്, എങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. ഞാൻ പറഞ്ഞത് CPM പോകുന്ന പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി പോകും. ജമാഅത്തെ ഇസ്ലാമി എല്ലാവരും, ജമാഅത്തെ ഇസ്ലാമിക്ക് ആളുകൾ കുറവായതുകൊണ്ട് വല്ലാതെ ഒന്നും കയറി പോകാൻ അധികം ആളുകളില്ല എന്നുള്ളൊരു പരിമിതി നമുക്കുണ്ട്. അതേസമയം ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ധൈര്യപൂർവ്വം എല്ലാ മനുഷ്യരോടും പറഞ്ഞിട്ട് എന്താ, സുന്നിയാവണം, മുജാഹിദാവണം, തബ്ലീഗാണ്, അഹ്ലെ ഹദീസ് ആവണം, മുസ്ലിം സമുദായത്തിലെ കേവലമായ ഒരു അംഗമാവണം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളിയാകണം, മുതലാളിയാവണം, അല്ലെങ്കിൽ ഇത് ഫാസിസ്റ്റ് ആവണം, നാസിസ്റ്റ് ആവണം, ദേശസ്നേഹി ആവണം. ഇതൊക്കെ പറയാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇതൊന്നുമല്ല ജമാഅത്തെ ഇസ്ലാമി പറയാം. ഒരു മനുഷ്യനോട്, ഒരു കുടുംബത്തോട്, ഒരു സമൂഹത്തോട്, ഒരു സമുദായത്തോട്, ഒരു ജനസമൂഹം എല്ലാവരോടും ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത് മഹാപ്രവാചകന്മാർ പറഞ്ഞ വർത്തമാനമാണ്. യാ ഖൗമി ഉബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഫത്തഖുല്ലാഹ വഅതിഊൻ. നിങ്ങളുടെ നബിമാരുടെ ചരിത്രം ഖുർആനിലെ സൂറത്തുൽ അറാഫ്, സൂറത്തുൽ ശുഅറാ, സൂറ ഹൂദ് തുടങ്ങുന്ന അധ്യായങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കാസർഗോഡ് ഒരു നബി വന്ന് നോക്കുക, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു നബി വന്ന്. ഇപ്പൊ പുതിയ കാലത്ത് അങ്ങനെയാണ്. ട്രംപ് അവിടെ നിന്ന് പ്രത്യേകിച്ചാൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടെത്തും. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ മഞ്ചേശ്വരം വരെ സാധനം ഇവിടെ എത്തും. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്ന് പറഞ്ഞാൽ തന്നെ മതി. പക്ഷെ പറയുന്നത് വിശാലതയുള്ളതാണോ, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ? ഇത് വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. ഒരു നബി കാസർഗോഡ് വന്നാൽ എന്താ വിളിക്കുക? മുസ്ലിങ്ങളെ വരിൻ, ഹിന്ദുക്കളെ വരിൻ, NSS SNDP-കാരെ വരുവിൻ, അല്ലെങ്കിൽ ഇന്ന ജാതിയിൽപ്പെട്ടവരെ, സമുദായത്തിൽപ്പെട്ടവരെ, അങ്ങനെയൊന്നും നബിമാര് വിളിക്കൂല. നമ്മൾ നേരത്തെ പറഞ്ഞില്ല യുഹന്നാസ്, ഒന്നിക്കൽ അല്ലയോ മനുഷ്യന്മാരെ, എല്ലാ മനുഷ്യരെയും. പ്രവാചകന്മാർ പിന്നെയും വിളിക്കുന്നത് യാ ഖൗം, എന്റെ നാട്ടുകാരെ, എന്റെ സമൂഹമേ. ജാതി മത വ്യത്യാസമല്ലാതെ അതിന് കോൺഗ്രസും CPM-ഉം ഹിന്ദുവും മുസ്ലിമും സുന്നി മുജാഹിദും തബ്ലീഗും തൊഴിലാളിയും മുതലാളിയും കറുത്തോനും വെളുത്തോനും എല്ലാവരെയും ചേർത്തിട്ട് പ്രവാചകൻ വിളിക്കും. യാ ഖൗമി ഉബ്ദുല്ലാഹ്, എന്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ അംഗീകരിക്കണം, ഇബാദത്ത് ചെയ്യണം. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക, അനുസരിക്കുക, അടിമപ്പെടുക, ആരാധിക്കുക. സമ്പൂർണമായ അടിമത്തം അല്ലാഹുവിനെ നൽകുക. വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും കുടുംബങ്ങൾക്കും സമുദായത്തിനും ജാതികൾക്കും ആർക്കും അടിമത്തവും അനുസരണവും അംഗീകാരവും ആരാധനയും നിങ്ങൾ കൊടുക്കരുത്. കുട്ടി ജനിച്ചാലേ ബാങ്ക് കൊടുക്കണമെന്നല്ലേ നമ്മള് ചെറിയ ഇസ്ലാമിലെ വലിയൊരു സുന്നത്തപ്പെട്ടതാണല്ലോ. ഒരു ചെറിയ കുട്ടി ജനിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി എന്താ? കുട്ടിനെ പ്രസവിച്ച കയ്യെ കിട്ടിയ ഉടനെ കൊണ്ടുപോയിട്ട് അതിന്റെ ചവിട്ടില് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഇത് കൊടുക്കണം എന്നാ. എന്തായി പറയണമെന്ന് അറിയാം നിങ്ങൾ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മുടെ കുട്ടി ആദ്യം കേൾക്കേണ്ടത് എന്താ? എന്റെ വാപ്പ വലിയ ആളാണ്, എന്റെ ഉമ്മ വലിയ ആളാണ്, നമ്മളെ കുടുംബം വലിയ ആളാണ്, നമ്മുടെ സമുദായം വലിയ ആളാണ്, നമ്മുടെ പാർട്ടി വലിയ പാർട്ടിയാണ്, നമ്മുടെ ജില്ല വലിയ ജില്ലയാണ്, നമ്മുടെ സ്റ്റേറ്റ് ഭയങ്കരമാണ്, നമ്മുടെ രാജ്യം വലുതാണ്, നമ്മുടെ ദേശം വലുതാണ്, നമ്മുടെ ഭാഷ വലുതാണ്, നമ്മളാണ് ഭയങ്കരന്മാര് എന്നല്ല കുട്ടി കേൾക്കേണ്ടത്. അല്ലാഹു അക്ബർ, ദൈവമാകുന്ന വലിയവൻ, ഈശ്വരനാകുന്ന വലിയവൻ, കർത്താവാകുന്ന വലിയവൻ, അല്ലാഹുവാകുന്ന വലിയവൻ. കാരണം ഇവിടെ വലിയവന്മാരാകാൻ കുറെ ആൾ ഇരിക്കുന്നുണ്ട്. മതം പറഞ്ഞ്, പാർട്ടി പറഞ്ഞ്, സംഘടന പറഞ്ഞ്, സമുദായം പറഞ്ഞ്, ജാതി പറഞ്ഞ്, പദവി പറഞ്ഞ്, സമ്പത്ത് പറഞ്ഞ്, സന്നാഹങ്ങൾ പറഞ്ഞ്, ശാസ്ത്രവും കലയും സാഹിത്യവും മീഡിയയും എല്ലാം പറഞ്ഞ് സ്വയം വലിയവനാവാൻ ഞെളിഞ്ഞു നിൽക്കുന്ന അനവധി ഇലാഹുകളുള്ളിടത്ത് നിങ്ങളെ കുട്ടി ആദ്യം കേൾക്കേണ്ടത് അതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പോ അള്ളാഹ് അംഗീകരിക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞ അർത്ഥം അനുസരണം എന്നാണ്. അനുസരണം എന്നാണ് ഇസ്ലാം എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ ആർക്കുള്ള അനുസരണമാണ്? പാർട്ടിക്കുള്ള അനുസരണ, മതസംഘടനക്കുള്ള അനുസരണ, ജാതികൾക്കുള്ള അനുസരണ, സമുദായങ്ങൾക്കുള്ള അനുസരണ, ഭൂരിപക്ഷത്തിനുള്ള അനുസരണ, ന്യൂനപക്ഷത്തിനുള്ള അനുസരണ, സമ്പത്തുള്ളവനും അധികാരമുള്ളവനുള്ള അനുസരണ അല്ല. ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ അനുസരിക്കുക, അള്ളാഹിനെ അനുസരിക്കുക, അള്ളാഹുവിനെ മാത്രം അനുസരിക്കുക. ജമാഅത്ത് ഇസ്ലാമി ഇതാണ് പറയണത്. ഇത് പറയുകയും ചെയ്യും. ഞാൻ ആരെന്ന് പറഞ്ഞാൽ ഇത് നിർത്താൻ ജമാഅത്ത് ഇസ്ലാമി തീരുമാനിച്ചിട്ടില്ല. ധൈര്യപൂർവ്വം മനുഷ്യരോട് പറയും, നീ അനുസരിക്കേണ്ടത്, നീ അംഗീകരിക്കേണ്ടത്, നീ അടിമപ്പെടേണ്ടത്, നീ ആരാധിക്കേണ്ടത്, നീ കീഴ്പ്പെടേണ്ടത്, നീ നിന്നെ സമർപ്പിക്കേണ്ടത് ദൈവത്തിനാണ്, ഈശ്വരനാണ്, അള്ളാഹുവിനാണ്. ഇത് ജമാഅത്ത് ഇസ്ലാമി ധൈര്യത്തിൽ പറയും. രണ്ടാമത്തത് മുഹമ്മദ് റസൂലുള്ള, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാകുന്നു. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാകുന്നു. റസൂലാകുക എന്ന് പറഞ്ഞാൽ പലതരം റസൂലുമാരുണ്ടാവും. പാർട്ടി റസൂല്, സംഘടനാ റസൂല്, ജാതി റസൂല്, സമുദായ റസൂല്, വ്യവസായ റസൂല്, മാർക്കറ്റ് റസൂല്, പരിസ്ഥിതി റസൂല്, ശാസ്ത്ര റസൂല്, വിദ്യാഭ്യാസ റസൂല്, സാമ്പത്തിക റസൂല്, കലാസാഹിത്യ റസൂല്, കായിക റസൂല്, ഓരോന്നിനെയും പ്രതിനിധീകരിക്കുന്ന പലരും വന്നിട്ട് ഇതാണ് വലുത്, ഇങ്ങനെയാണ് വേണ്ടത്, ഞാനാണ് ഇതിന്റെ പരമാധികാരി എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് ഓരോരുത്തരും സംസാരിക്കും. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട വൈവിധ്യമുള്ള മേഖലകളിൽ പലതിനെ സംബന്ധിച്ചും അതോറിറ്റിയായി പലരും സംസാരിക്കുമ്പോ ഇസ്ലാം പഠിപ്പിക്കുന്ന, വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ പ്രമാണം ജാതി മത സമുദായ വർഗ പാർട്ടി ദേശ ഭാഷ സംഘടനകളുടെ പ്രതിനിധികളെയല്ല, അടിസ്ഥാനപരമായ തീരുമാനങ്ങൾ പറയുന്നവരായിട്ട് നിങ്ങൾ അംഗീകരിക്കേണ്ടത് മഹാപ്രവാചകന്മാരെയാണ്, പുണ്യപുരുഷന്മാരെയാണ്, അമ്പിയാക്കളെയാണ്, റസൂലുമാരെയാണ്, മഹാനബിമാരെയാണ്. ആ നബിമ 1,00,000-ലധികം വന്ന നബിമാരിൽ, പ്രവാചകന്മാരിൽ, മഹാ ദൗത്യങ്ങൾ നിർവഹിച്ച ആ വിശുദ്ധ പുണ്യ പുരുഷന്മാരിൽ, വിപ്ലവകാരികളിൽ, വിശുദ്ധന്മാരിൽ, വിമോചന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടോ? നമ്മളെല്ലാവരും കേൾക്കും. മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മുഹമ്മദ് നബി എന്തോ സാമുദായികമായി പറഞ്ഞു, ജാതീയമായി പറഞ്ഞു, സംഘടനാപരമായിട്ട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു നമ്മൾ കേൾക്കണ്ടല്ലോ. അങ്ങനെ റസൂൽ പറഞ്ഞിട്ടുള്ള ഇൻഹുവ ഇല്ല. ഇപ്പൊ പറാത്രാവൊക്കെ ആയിരുന്നല്ലോ 27 റജബ് 27. അന്ന് പറാത്തൊക്കെ കൊണ്ടടക്കലുണ്ട്. വന്നജ്മി ഇദാ ഹവാ മാ ദല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഖുർആൻ പറയുന്നുണ്ട്, നക്ഷത്രങ്ങൾ, അതിന്റെ പ്രകാശം, അതിന്റെ കറക്കങ്ങൾ, അതിന്റെ അസ്തമയം, അതിന്റെ ഉദയം, ഇതൊന്നും നിങ്ങൾ നിയന്ത്രിക്കുന്നതല്ല എന്നതുപോലെ മഹാപ്രവാചകന്മാരെന്ന് പറയുന്നത് പാർട്ടികളും മതങ്ങളും സമുദായങ്ങളും സംഘടനകളും ദേശങ്ങളും ഭാഷകളും നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമല്ല. നക്ഷത്രങ്ങളെ പോലെ, വിദൂരമായ നക്ഷത്രങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് പോലെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ വന്നിട്ടുള്ള മനുഷ്യകുലത്തിലെ അത്യുന്നത, അത്യുജ്വല വിപ്ലവകാരികളും വിമോചകന്മാരും വിശുദ്ധന്മാരുമാണ് പ്രവാചകന്മാർ. അവർ വഴിവിട്ട് ചിന്തിക്കുന്നവരല്ല, വഴി അറിയാതെ സഞ്ചരിക്കുന്നവരല്ല, നക്ഷത്രങ്ങൾക്ക് വഴിപിഴക്കാറില്ല, അതിക്കാറില്ല. ആകാശത്തിന്റെ ധാരയിൽ, മഹാപ്രപഞ്ചത്തിന്റെ സ്പേസിൽ തങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ക്രമത്തിൽ വളരെ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, വെള്ളത്തിൽ മത്സ്യങ്ങൾ നീന്തുന്നത് പോലെ, അതിന്റെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്നത് പോലെ, നക്ഷത്രങ്ങൾ ചരിക്കുന്നത് പോലെ, പ്രപഞ്ചത്തിന്റെ മഹാഘടന ക്ഷീരപഥവും മിൽക്കി വേയും സൗരയൂഥവും ഒക്കെ കറങ്ങുന്നത് പോലെ അള്ളാഹുവിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സഞ്ചരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് മഹാപ്രവാചകന്മാർ. പാർട്ടി പറഞ്ഞു, മതക്കാര് പറഞ്ഞു, സംഘടന പറഞ്ഞു, കുടുംബക്കാര് പറഞ്ഞു, നാട്ടുകാര് പറഞ്ഞു, ഭൂരിപക്ഷം പറഞ്ഞു, ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സമ്പന്നൻ പറഞ്ഞു, ഇതൊന്നും പ്രവാചകന്മാർക്ക് ബാധകമല്ല. അതുകൊണ്ട് ഈ പ്രവാചകന്മാര് വന്നിട്ട് അബൂലഹബിന് എന്താണ് ഇഷ്ടം, അബൂജഹലിന് എന്താണ് ഇഷ്ടം, റോമക്കാർക്ക് എന്താ ഇഷ്ടം, പേർഷ്യക്കാർക്ക് എന്താണ് ഇഷ്ടം, ക്യാപിറ്റലിസത്തിന് എന്താണ് ഇഷ്ടം, ഫാസിസത്തിന് എന്താണ് ഇഷ്ടം, മതക്കാർക്ക് എന്താണ് ഇഷ്ടം, രാഷ്ട്രീയക്കാർക്ക് എന്താണ് ഇഷ്ടം, ഇതൊന്നും നോക്കി സംസാരിക്കുന്നവരല്ല പ്രവാചകന്മാർ.
ഇന്നിപ്പോ അങ്ങനെയാണല്ലോ, വോട്ട് കിട്ടാൻ വേണ്ടി അതാണല്ലോ അവനവന്റെ വോട്ട് ലാഭത്തിന് വേണ്ടി മാത്രം എന്തും വിളിച്ചു പറയുന്ന സാംസ്കാരിക നായകന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, മീഡിയ വിദഗ്ധന്മാർ, അതുമായി ബന്ധപ്പെട്ട തിങ്ക് ടാങ്കുകൾ ചിന്തിച്ച് ആലോചിച്ച് വഴിപിടിപ്പിക്കാനും അട്ടിമറിക്കാനും പിടിച്ചെടുക്കാനും പറിച്ചെറിയാനും ഒക്കെയുള്ള ബുദ്ധികൾ വിശദീകരിച്ചു കൊടുക്കുന്ന, തോന്നിയത് വിളിച്ചു പറയുന്ന ജാതിമത സമുദായ സംഘടനാ പക്ഷപാതിത്വങ്ങളുള്ള കാലത്ത് ഒരു പ്രവാചകൻ അങ്ങനെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ കേവല സാമുദായിക താല്പര്യങ്ങൾക്ക് വേണ്ടി, ജാതി താല്പര്യങ്ങൾക്ക് വേണ്ടി, ഭാഷാ ദേശ താല്പര്യങ്ങൾക്ക് വേണ്ടി, കുടുംബ താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ സ്വയം ഇച്ഛകൾ കടിമപ്പെട്ട് സംസാരിക്കുന്നവനല്ല ഈ പ്രവാചകൻ. അതാണ് പ്രവാചകൻ. അങ്ങനെ പ്രവാചകന്മാരെ ക്ലിയർ ചെയ്യണം. ചരിത്രത്തിൽ മൂസ അങ്ങനെയാണ്, ഈസ അങ്ങനെയാണ്, ഇബ്രാഹിം അങ്ങനെയാണ്. ചിലപ്പോൾ രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും സുരട്ടനും കൺഫ്യൂഷനും സോക്രട്ടീസും ഒക്കെ ചരിത്രത്തിൽ അങ്ങനെ വന്നവരാകാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും. ധിക്കാരത്തോടും നന്ദികേടിനോടും നിഷേധത്തോടും അക്രമത്തോടും അതിഗംഭീരമായ നിലപാടുകൾ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും പുണ്യങ്ങൾ അനുഷ്ഠിക്കുകയും. പുണ്യം എന്നൊക്കെ പറഞ്ഞാൽ അമ്പലത്തിലോ പള്ളിയിലോ ചർച്ച നടക്കുന്ന കാര്യത്തിനാണ് പുണ്യം എന്നുള്ള വിശ്വാസം നമ്മൾ ധരിക്കേണ്ട കാര്യമില്ല കേട്ടോ. പുണ്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും പുണ്യം വേണം. നിസ്കരിക്കുന്ന നിയമം പോലെ തന്നെ കച്ചവടം ചെയ്യുമ്പോൾ അള്ളാന്റെ നിയമം പാലിക്കണം. കച്ചവടത്തിന് അള്ളാന്റെ നിയമം പാലിക്കലില്ല. നിസ്കരിക്കുമ്പോൾ മാത്രം കയ്യിട്ടും വിരോധം തറാവിയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ കണിശത ഉണ്ടായാൽ മതി. പൂജ ചെയ്യുമ്പോൾ ഭയങ്കര ഉഷാറായിരിക്കണം. പക്ഷേ ബാങ്കിൽ പൈസന്റെ ഇടപാട് നടത്തുമ്പോൾ അവിടെ പലിശയാവാം, ഊഹ കച്ചവടമാവാം, ഷെയർ മാർക്കറ്റ് ആവാം, അതുപോലെ തന്നെ എന്താണ് വില കൂട്ടി വിൽക്കാം. ദൈവം തമ്പുരാന അവിടെ ഒന്നും ഇടപെടൂല. ആരാധന അനുഷ്ഠാന ആഘോഷങ്ങളിൽ മാത്രം ദൈവത്തെ അംഗീകരിക്കുന്നതിനല്ല പുണ്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഏതൊരു സന്ദർഭത്തിലും അതുകൊണ്ടുള്ള പ്രവാചകന്മാർ നേരത്തെ നമ്മൾ ഓതി വെച്ച ആദരുണ്ടല്ലോ, നബിമാര് വന്നിട്ട് യാ ഖൗമി ഉഅ്ബുദുല്ലാഹ്, ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കണം, അല്ലാഹുവിനെ നിങ്ങൾ അംഗീകരിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാത്തൊരു ഇലാഹ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് പിന്നെ പറയുന്ന വർത്താനം എന്താ? ഫത്തഖുല്ലാഹ്, നിങ്ങൾക്ക് ധാർമ്മികതയുണ്ടാവണം. മതസംഘടനകളോട്, രാഷ്ട്രീയ സംഘടനകളോട്, സാംസ്കാരിക സംഘടനകളോട്, സാമൂഹിക സംഘടനകളോട്, വ്യാപാരി സംഘടനകളോട്, വ്യവസായ സംഘടനകളോട്, ശാസ്ത്രത്തോട്, വിദ്യാഭ്യാസത്തോട്, കലയോട്, സാഹിത്യത്തോട് ഒക്കെ നമുക്ക് പറയാനുള്ളത് ധാർമ്മിക ബോധം ഉണ്ടാവണം. അല്ലെങ്കിൽ സംഘപരിവാർ കേരള സ്റ്റോറി കൊണ്ടുവരും. ധാർമ്മികതയില്ലെങ്കിൽ ഇനിയിപ്പോ ബാബരി മസ്ജിദ്, ശബരിമല ക്ഷേത്രം തകർക്കപ്പെടുമെന്നുള്ള സിനിമ ചെയ്യാൻ പോവാണെന്ന സംഘപരിവാറിന്റെ സിനിമാ വിദഗ്ധന്മാർ കേരളത്തിൽ പല പല അപകടകരമായ സാധനങ്ങൾ വിതക്കുന്നതിന്റെ കൂടെ പൊതുജനത്തെ വിഡ്ഢീകരിക്കാൻ, വഷളാക്കാൻ, പ്രക്ഷാളനം ചെയ്യാൻ ഈ സിനിമ എന്ന് പറയുന്ന സംവിധാനം. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോ വർഗീയതയും കൂടി അതിന്റെ കൂടെ വരേണ്ടതുള്ളൂ. ബാക്കി എല്ലാ വൃത്തിയോടും ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മൊബൈലും എന്താ ചോട്ടാ സ്ക്രീനും ബടാ സ്ക്രീനും ഒക്കെ ചേർന്നിട്ട് അതിനെ ഇമാമും മഹ്മൂമും പൂജയും വഴിപാടും ഒക്കെ അതിന്റെ മുന്നിൽ നിർത്തിയിട്ട് നമ്മളെ കുട്ടികളെ ചെയ്യണം. ഓന്റെ മുടിവെട്ട് അങ്ങനെയാണ്, ഓന്റെ പാന്റ് അങ്ങനെയാണ്, ഓന്റെ കുപ്പായ അങ്ങനെയാണ്, ഓന്റെ പെണ്ണ് അങ്ങനെയാണ്, ഓന്റെ കല്യാണം അങ്ങനെയാണ്, ഓന്റെ സൽക്കാരം അങ്ങനെയാണ്. മയ്യത്തെടുക്കൽ പോലും സിനിമയെ കണ്ടതുപോലെയാ. അത്യാവശ്യം സോഷ്യൽ മീഡിയ പോസ്റ്ററൊക്കെ കിട്ടുന്ന രീതിയിൽ എന്റെ ഉപ്പാൻ അങ്ങനെ മയ്യത്ത് കൊണ്ടുപോകാൻ എന്നാണ് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ ഇമാമായി. സിനിമന്റെ ഇമാമ് ആരാന്നറിയോ? ബോളിവുഡാ. ബോളിവുഡിന്റെ ഇമാമ് ഹോളിവുഡാ. ഹോളിവുഡ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ, ഇബ്ലീസ് എന്നാണ് അർത്ഥം. അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോണില്ല. ലോക സിനിമ നിയന്ത്രിക്കുന്നത് ഇസ്രായേലാ. അതിന് കൃത്യമായ അജണ്ടകളുണ്ട്. അവതാറാണെങ്കിലും ശരി, ഇവിടെ ഇറങ്ങുന്ന കേരള സ്റ്റോറി ആണെങ്കിലും ശരി, യാദൃശ്ചികമായി ഇറങ്ങുന്ന സിനിമകളല്ല, വളരെ കൃത്യമായി ഇസ്രായേൽ ഇമാമത്ത് നിർവഹിക്കുന്ന. അങ്ങനെയാണ് KFCയും പെപ്സിയും നെഡ്ബറൈസും ഗാഡ്ബറൈസും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലെങ്കിൽ പോലും അത്യാവശ്യമാണ് എന്ന് പെപ്സിയും കോളയും അങ്ങനെ കണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നില്ലേ? എങ്ങനെ വന്നു? റസൂൽ പറഞ്ഞിട്ടല്ലോ, അല്ലെങ്കിൽ ഒരു ചെഗുവേര പറഞ്ഞിട്ടല്ലോ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ നമ്മളത് എടുത്തത്. മറിച്ച് ആധുനിക സിനിമാ സങ്കേത സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ കോർപ്പറേറ്റ് മേധാവിത്വത്തിന്റെയും ക്യാപിറ്റലിസ്റ്റ് സംവിധാനങ്ങളുടെയും സയനിസ്റ്റ് സംവിധാനങ്ങളൊക്കെ വളരെ കൃത്യമായി. അപ്പോ സിനിമ എടുക്കുകയാണെങ്കിലും സിനിമ ഹറാമൊന്നുമല്ല, പക്ഷേ തക്കവുണ്ടാണ്. ധാർമ്മികതയുള്ള സിനിമ, ധാർമ്മികതയുള്ള കായികം, ധാർമ്മികതയുള്ള കല, ധാർമ്മികതയുള്ള വിദ്യാഭ്യാസം, ധാർമ്മികതയുള്ള പള്ളി, ധാർമ്മികതയുള്ള അമ്പലം, ധാർമ്മികതയുള്ള ചർച്ച്, ധാർമ്മികതയുള്ള പഞ്ചായത്ത്, ധാർമ്മികതയുള്ള പള്ളിക്കൂടം. നിങ്ങൾക്ക് തോന്നിയതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഫത്തഖുല്ലാഹ്, ധാർമ്മികതയുണ്ടാവണം. ശരി തെറ്റുകളെ കുറിച്ചുള്ള ദിശാബോധം ഉണ്ടാകും. അതിനാണ് തഖ്വ എന്ന് പറയട്ടോ. നന്മ എന്താണ്, തിന്മ എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം. പ്രവാചകന്മാർ ഇതാ പറഞ്ഞത്.
ജമാഅത്തെ ഇസ്ലാമി ധൈര്യപൂർവ്വം എടുത്ത ആൾക്കാരോടതാ പറയണത്. ശരി തെറ്റ് മൂന്നാമത്തെ ഒരു സാധനമില്ല. ഒന്നുകിൽ ശരിയായിരിക്കും, 1+1=2, 1+1 1/4 തെറ്റാണ്, 1/3 തെറ്റാണ്, 1.99 തെറ്റാണ്, 2.1 തെറ്റാണ്. 2 മാത്രമാണ് ശരി. നമ്മൾ പ്രഖ്യാപിക്കണം. പക്ഷെ പ്രഖ്യാപിക്കേണ്ട രീതി പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഒന്നും കൂട്ടിയാൽ 1.4, 1.99, 2.1 എന്നൊക്കെ സ്വാതന്ത്ര്യം വെച്ചിട്ട് പറഞ്ഞോ. അത് വസ്തുതയല്ല, അത് സത്യമല്ല, അത് മൂല്യമല്ല, അത് നന്മയല്ല, അത് പ്രമാണമല്ല, അതൊരിക്കലും അടിസ്ഥാനപരമായി ഹക്കാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ശരികളുടെ പക്ഷത്ത്, തെറ്റുകളെ എതിർത്തുകൊണ്ടും ശരികളെ ഫത്തഖുല്ലാ. നമ്മളൊക്കെ ഇപ്പൊ തഖ്വ പള്ളിയിൽ നമ്മൾ തമ്മിലാ പറയാം, മുസ്ലിങ്ങളെ ഞങ്ങൾ തഖ്വയുള്ളവരാണ്. അള്ളാഹ് അങ്ങനെയൊന്നുമല്ല പറഞ്ഞിട്ട് ഇവിടെ. ഫറോവനെ വിളിച്ച്, അതുപോലെ തന്നെ ഹാറൂനെ വിളിച്ച്, ഖാമാനെ വിളിച്ച്, അബൂ സുഫിയാനെ വിളിച്ച്, അബൂ ലഹബിനെ വിളിച്ച്, ഫിർഔനെ വിളിച്ച്, നമ്രൂദിനെ വിളിച്ച്, ആസറിനെ വിളിച്ചിട്ടാ പറയുന്നത് ഫത്തഖുല്ലാ. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞിട്ട് കളിക്കണം കേട്ടോ. നിങ്ങള് വോട്ടേഴ്സ് ലിസ്റ്റ് ആണെങ്കിലും ശരി, തെരഞ്ഞെടുപ്പാണെങ്കിലും ശരി, മതസംഘടനയാണെങ്കിലും ശരി, എന്തു പണി നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ശരി, നന്മയുടെ വഴിയിൽ നിന്ന് തിന്മയിലേക്കും തിന്മയെ കെട്ടിപ്പുലുകി നന്മയെ തടഞ്ഞു വെച്ചുള്ള പരിപാടി നിങ്ങൾ നടത്തരുത്. എന്നാണ് പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ പ്രവർത്തനത്തിന്റെ മർമ്മം. പ്രവാചകന്മാര് വളരെ കൃത്യമായിട്ട് ആ വർത്തമാനം പറഞ്ഞു. എന്ത് ഏതാണ് ശരി? ധാരാ പറയേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ ശരി എന്താന്ന് പറയേണ്ടത്? നമ്മുടെ വാപ്യ ശരി എന്താന്ന് പറയേണ്ടത്? നമ്മുടെ മതസംഘടനയാ ശരി എന്താന്ന് പറയേണ്ടത്? അല്ലെങ്കിൽ അമേരിക്ക ശരി എന്താണ്? ഇപ്പൊ അമേരിക്ക ഇസ്രായേലും പറയുന്നതാണ് ശരി ലോകാടിസ്ഥാനത്തിൽ. അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോണില്ല. ക്യാപിറ്റലിസം, ഇമ്പീരിയലിസം, സയനിസം, ഫാസിസം, ഈ നക്കൂട്ട് മുന്നണി ആഗ്രഹിക്കുന്നതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സൈനിക നീക്കങ്ങൾ മുതൽ സാമ്പത്തിക അജണ്ടകൾ മുതൽ കലാകായിക സംവിധാനങ്ങളുടെ പ്രകടനങ്ങൾ മുതൽ എല്ലാ മതവും രാഷ്ട്രീയവും ഒക്കെ അവരുടെ ഇച്ഛകൾക്ക് ആര് പറയുന്നതാണ് ശരി? അപ്പൊ നമ്മൾ പറയും അള്ളാഹു പറയുന്നതാണ് ശരി, പ്രവാചകന്മാർ പറഞ്ഞതാണ് ശരി, വേദഗ്രന്ഥങ്ങൾ പറഞ്ഞതാണ് ശരി. നന്മ എന്ന് പറയുന്നത്, ശരി എന്ന് പറയുന്നത്, അമ്പലത്തിലും പള്ളിയിലും പാർട്ടി ഓഫീസിലും ഒക്കെ പോയിട്ട് തെക്കും വടക്കും പടിഞ്ഞാറും നിന്നിട്ട് പൂജയും വഴിപാടും കുമ്പസാരം സമ്മേളനവും നടത്തി പിരിയലല്ല പുണ്യം, മറിച്ച് വലാകിന്നൽ ബിർറ, നന്മ എന്ന് പറയുന്നത്, ശരി എന്ന് പറയുന്നത്, പുണ്യം എന്ന് പറയുന്നത്, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ, അല്ലാഹുവിനോടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, മരണാനന്തര ജീവിത വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, മലായികത്തുകളിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളുടെയും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഏറ്റവും നല്ല കർമ്മങ്ങൾ മാത്രമാകുന്നു പുണ്യം. ഈ 5 മറ്റും ദൈവമുണ്ടോ? ഇല്ല. മരണാനന്തര ജീവിതമുണ്ടോ? ആവശ്യമില്ല. അള്ളാഹു ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഖുർആൻ വേണോ? ആവശ്യമില്ല. മുഹമ്മദ് നബി വേണോ? വേണ്ടതില്ല. പ്രവാചകന്മാർ വേണോ? ഒന്നും വേണ്ടതില്ല. അള്ളാഹ് സ്വീകരിക്കില്ല. പുണ്യം പ്രവാചകന്മാർ. അപ്പൊ ഞാൻ പറഞ്ഞത് നന്മ നന്മയാണ്, തിന്മ തിന്മയാണ്. ഒരു സംഗതിയും കൂടി പറഞ്ഞ അവസരം. മൂന്നാമത്തെ സംഗതിയിൽ എന്താന്ന് വെച്ചാൽ, ഇത് നിങ്ങളിപ്പോ ഇങ്ങനെ കഴിഞ്ഞാൽ അള്ളാൻ അംഗീകരിച്ചില്ല, ദൈവത്തെ അംഗീകരിച്ചില്ല, പ്രവാചകന്മാർ അംഗീകരിച്ചില്ല. വരാൻ പോകുന്നത് എന്താ? അത് നമ്മൾ നേരത്തെ പറഞ്ഞത്. നിങ്ങളെ കൊണ്ടുപോകും നാളെ മരണാനന്തര ജീവിതത്തിൽ. അതുകൊണ്ടുള്ളപ്പോ എല്ലാ മതവിഭാഗത്തിലും മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചടങ്ങാ. എന്തിനാണ് ഇപ്പൊ മരിച്ചു കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ പ്രാർത്ഥനയും വഴിപാടൊക്കെ നമ്മൾ നടത്തേണ്ട കാര്യം? മരിച്ച കഥയാണ് തീർന്നില്ല. ഇനിയിപ്പോ പ്രധാനമന്ത്രി മരിച്ചു, നമുക്ക് എന്താ പോയി പോയി മൂപ്പര് പോയി എന്ന് വെച്ചാൽ മതി. മുഖ്യമന്ത്രി മരിച്ചു, സംഭവം നടന്ന്. പ്രാർത്ഥന, വഴിപാട്, ആ പൂജ, പിന്നെ അതിന്റെ മരണാനന്തര ശേഷക്രിയകൾ ഒക്കെ എന്തിനാ നിർവഹിക്കണത്? എല്ലാവർക്കും അറിയാം മരിക്കുന്നതോടുകൂടി കഥ തീരൂല എന്നുള്ളത്. പരിപാടികൾ അവസാനിക്കുകയല്ല, പരിപാടികൾ ആരംഭിക്കുകയാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജീവിതം അവസാനിക്കുകയല്ല, മറ്റൊരു ജീവിതം തുടങ്ങുകയാണ്. പക്ഷെ കുട്ടിക്കറിയാം അതിൻ്റെ ഏറ്റവും നല്ല സുഖമുള്ള ജീവിതാട്ടോ ഉമ്മാന്റെ ഗർഭപാത്രത്തില്. ചെലവില്ല, അധ്വാനല്ല, ഒക്കെ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സാധനവും ആ കുട്ടിയോട് പോയിട്ട് ഭൂമിയുണ്ട്, ഭൂമിയിലെ ട്രംപ് ഉണ്ട്, അവിടെ പിണറായി ഉണ്ട്, അവിടെ നരേന്ദ്രമോദി ഉണ്ട്, രോഹിത് ശർമ്മ ഉണ്ട്, വിരാട് കോഹ്ലി ഉണ്ട്, മെസ്സി ഉണ്ട്, റൊണാൾഡോ ഉണ്ട്, എംബാപ്പി, അളാപ്പി, മൂത്താപ്പി ഒക്കെ ഉണ്ട് എന്ന് നമ്മളെ പറയാൻ പോയാൽ ഈ കുട്ടിക്ക് ഒരിക്കലും ഇത് മനസ്സിലാവില്ല. അപ്പൊ മരണാനന്തരം ഈ വയറെ കിടക്കുന്ന കുട്ടിയോട് നമ്മൾ പറയാണ്, കുട്ടി നിനക്ക് ഭൂമിയിലേക്ക് വന്നാൽ ഭൂമിയിൽ റോഡുണ്ട്, ബേക്കൽ ഫോർട്ട് ഉണ്ട്, ചെങ്കോട്ടയുണ്ട്, ഹിമാലയമുണ്ട്, ആൽപ്പസ് ഉണ്ട്. എന്താ ആൽപ്പസും ഹിമാലയവും ചെങ്കോട്ടയൊക്കെ ഉമ്മാന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക്, അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് ഒരു സാധനം ഉണ്ടാവില്ല. അപ്പൊ കുട്ടി അവിടെ കിടന്നിട്ട് പച്ചക്കള്ളം പറയുന്നു, നിങ്ങൾ വിഡ്ഢിത്തം പറയുന്നു, നിങ്ങൾ വസ്തുതകൾ വളച്ചൊടിച്ചു പറയുന്നു. കാരണം കുട്ടിക്ക് അറിയില്ല ഈ കുട്ടി സൃഷ്ടിക്കപ്പെട്ടത് പോലും ഈ ജീവിതത്തിന് വേണ്ടിയാണ്. ആ ഉമ്മയുടെ വയറ്റിൽ നിന്ന്
പുറത്തു വരുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ഭൂമി വിട്ടുള്ള മറ്റൊരു സഞ്ചാരം എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ബർസഖിലേക്കും മരണാനന്തര ജീവിതത്തിലേക്കും. അല്ലാഹുമ്മ ലാ ആയിഷ ഇല്ലാ ആയിഷൽ ആഖിറ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈബറിന്റെയും ഖന്തക്കിന്റെയും ബദറിന്റെയും ഒക്കെ സന്ദർഭങ്ങളിൽ കഠിനമായ പരീക്ഷണങ്ങളിൽ ഉടറുമ്പോൾ സഹാബെ കിറാമിൻ റളിയല്ലാഹു അൻഹും അവരോട് പറയുന്ന വർത്താനം അല്ലാഹുമ്മ ലാ ആയിഷ ഇല്ലാ ആയിഷൽ ആഖിറ. അല്ലാഹുവേ, യഥാർത്ഥ ജീവിതം മരണാനന്തര ജീവിതമാണ്. ഈ ജീവിതം വളരെ ചെറുതാണ്. അദ്ദുനിയാ ലഅബുൻ വലഹുൻ വതഫാഖറുൻ ബൈനകും വതകാഖറുൻ ബിൽ അംവാലി വൽ അൻഫുസ്. ഇതിന് അടിസ്ഥാനങ്ങളില്ല. ഇത് വളരെ പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. അല്ലാഹുവേ, മരണാനന്തര ജീവിതമാണ് വലുത്. എല്ലാവരോടും പറയുന്നത്, ഹിന്ദു മുസ്ലിമോ ക്രിസ്ത്യാനോ ആരാവട്ടെ, ജമാഅത്തെ ഇസ്ലാമി ധൈര്യപൂർവ്വം പറയും, എന്ത് മരണാനന്തര ജീവിതത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ സജ്ജരാക്കുക. ദൈവത്തിന്റെ മുമ്പിലേക്ക്, ഈശ്വരന്റെ മുമ്പിലേക്ക്, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പുണ്യങ്ങൾ കൊണ്ടും നന്മകൾ കൊണ്ടും മൂല്യങ്ങൾ കൊണ്ടും കടന്നു ചെല്ലുക. അക്രമവും അനാശാസ്യതയും അധർമ്മവും അനീതിയുമായിട്ട് നിങ്ങൾ ദൈവം എന്ത് പറഞ്ഞു ചെന്നാലും അള്ളാഹു നിങ്ങളെ വെറുതെ വിടില്ല, ദൈവം നിങ്ങളെ വെറുതെ വിടില്ല. ഇസ്രായേലിനെ വെച്ചിട്ട് അള്ളാഹ് പ്രത്യേകിച്ച് പറഞ്ഞു, ഇപ്പം മരണാനന്തര ജീവിതത്തെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി ധൈര്യപൂർവ്വം പറയും. ഇതും ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ പറയാത്തതാണ്. മരണാനന്തര ജീവിതമുണ്ട്. നിങ്ങൾ ഏത് മതവും രാഷ്ട്രീയവും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, മരണത്തോടുകൂടി നിങ്ങൾ മടങ്ങിപ്പോകുന്നത് ഫമുലാഖി, അള്ളാഹുവിന്റെ മുമ്പിലേക്കാണ്. അവൻ നിങ്ങളോട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചോദിക്കും. ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിന് നന്മയുള്ളതാക്കുക, ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാക്കുക, പ്രവാചകന്മാർ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോവുക. നമ്മുടെ രാജ്യത്തും ലോകത്തും നിലനിൽക്കുന്ന സകല തിന്മകൾക്കുമെതിരെ മൂല്യങ്ങളുടെയും നന്മയുടെയും പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഉജ്ജ്വലമായ സന്ദേശങ്ങളുമായിട്ട് നിങ്ങൾ കടന്നു പോകും. ജമാഅത്തെ ഇസ്ലാമി അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ചെറിയ സംഘം ഈ രാജ്യത്തെ എല്ലാവരും കാണാൻ കഴിയുന്നിടത്തോളം എല്ലാവരോടും സംസാരിക്കുമ്പോൾ ഈ 3 വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് പറയും. ഇനി രണ്ടാമത്തെ, ജമാഅത്തെ ഇസ്ലാമി ഈ കാര്യങ്ങൾ പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വീകരിക്കുന്ന രീതിശാസ്ത്രം എന്താ? ആക്രമണ, അടിച്ചമർത്തല, തെറ്റിദ്ധരിപ്പിക്കല, കള്ളത്തരം പറയല, ആക്ഷേപിക്കല, പരിഹസിക്കല, അല്ലെങ്കിൽ വില കുറച്ച് കാണിക്കല, ഒന്നിനൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾക്ക് നിരീക്ഷിക്കാം. ഒരു പ്രസ്ഥാനത്തെയും ജമാഅത്തെ ഇസ്ലാമി കാണ്ടടച്ച് വെടിവെക്കാറില്ല. സംഘടനകളുമായി പല സംഘടനകൾക്കും പലതിനും, കോൺഗ്രസ് എന്ന് പറയുമ്പോൾ തന്നെ CPM ആകെ ദേഷ്യം പിടിക്കും. മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ സഹിക്കാനേ പറ്റണില്ല. ഇപ്പം CPM അതൊരു അജണ്ടയുണ്ടോ? കേരളത്തിലെ UDF തകർക്കണമെങ്കിൽ മുസ്ലിം ലീഗിനെ പൊളിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ തകർത്ത് കളയണമെന്ന് ഇവരുടെ ഈടന അജണ്ട ഉണ്ട്. സംഘപരിവാരത്തിനുണ്ട്. CPM ആ കെണിയിൽ വീണ് പോയിരിക്കുന്നു. അതുകൊണ്ട് കാരണം മുസ്ലിം ലീഗിന്റെ UDF പ്രധാനപ്പെട്ട കരുത്തുകളിലൊന്ന് വളരെ കരുത്തുള്ള ഉറച്ച വോട്ട് ബാങ്കുള്ള മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗ് എല്ലാം കൂടി ഭയങ്കര ഒരു പ്രശ്നമില്ലാത്ത സംഘടനയാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അതേസമയം മുസ്ലിം ലീഗ് CPM പോലെ, കോൺഗ്രസിനെ പോലെ, കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ, ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘങ്ങളിലൊന്നാണ്. അതിനെ നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം, സാമുദായികമായി, വർഗീയമായി, അതുപോലെ തന്നെ കലാപപരമായ അത്തരം വ്യക്തികളോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചിലർക്ക് അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന്റെ അപ്പുറം അതിന്റെ ഭരണഘടനാ സംവിധാനങ്ങളിലോ അതിന്റെ പ്രയോഗങ്ങളിലോ പ്രസരണങ്ങളിലോ ഒന്നും ഒരിക്കലും ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചൊരു പ്രസ്ഥാനമല്ല. പക്ഷെ ആ മുസ്ലിം ലീഗിനെ മുന്നിൽ വെച്ചുകൊണ്ട് CPM അകത്തലങ്ങളിൽ നിന്നും ജാതി സമുദായ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ കാസർഗോഡിനെ, കാരണം കാസർഗോഡും മലപ്പുറം ജില്ലയിലും ഒക്കെ ഉള്ളത് ഈ വിഭാഗമാണ് കൂടുതൽ. കാസർഗോഡ് ജില്ലയിലെ മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല ഉള്ളത്, എല്ലാ തരത്തിലുള്ള ആളുകളും ഇവിടെ താമസിക്കുന്നുണ്ട്. പക്ഷേ കാസർഗോഡിനെയും മലപ്പുറം ജില്ലയെയും മുന്നിൽ വെച്ചുകൊണ്ട് വളരെ വലിയ, അതാണല്ലോ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത്, കാസർഗോഡും മലപ്പുറത്തും ജയിക്കുന്നവർ മുഴുവൻ ബാക്കിയുള്ളവർക്ക് ജയിക്കണമല്ലാരാ? നിങ്ങൾ കണക്ക് പറയും, നമുക്ക് ധൈര്യമുണ്ട്. ഇവിടുത്തെ എല്ലാ കണക്കും നിങ്ങൾ പറയും. ഓരോ പാർട്ടികൾക്കും ജയിച്ച സ്ഥാനാർത്ഥികളുടെ മതവും സമുദായവും ജാതിയും ഒക്കെ ധൈര്യമുണ്ടെങ്കിൽ CPM അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ കൊണ്ടുപോവാം. പഞ്ചായത്ത് വാർഡ് മെമ്പർ മുതൽ MLA-യും MP-യുമായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അടക്കം കണക്കാണ്, ഡാറ്റയാണ് നിങ്ങൾ പറയേണ്ടത്. സ്കൂള്, കോളേജ്, ബ്ലോക്ക്, പഞ്ചായത്ത്, വാർഡ് മെമ്പർ, ബ്ലോക്ക് മെമ്പർ, ജില്ലാ മെമ്പർ ഒക്കെ CPM കുറിച്ച് പറയുമ്പോൾ പേടി തോന്നുന്ന ഭാഗങ്ങൾ പോലും ഇപ്പൊ നമുക്ക് ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. പേടി എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പേടിയല്ല. എന്തിനാണ് കേരളത്തിലെ വലിയ ഒരു പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം CPM എന്ന് പറയാം. CPM അത്ര മോശപ്പെട്ട പ്രസ്ഥാനമൊന്നുമല്ല. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റ ചരിത്രത്തിൽ, കേരളത്തിന്റെ സാമൂഹിക പരിഷ്കരണ സംരംഭങ്ങളിൽ, രാഷ്ട്രീയ ബോധവൽക്കരണങ്ങളിൽ ഗംഭീരമായ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനം തിരുവനന്തപുരത്ത് BJPക്ക് RSSന് കോർപ്പറേഷൻ വാർഡുകൾ വിഭജിച്ചു കൊടുക്കുന്ന ഗതികേടിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധനകൾ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. 14,000 17,000 ഒക്കെ മെമ്പർമാരുള്ള മുസ്ലിങ്ങളുടെ ഒരു വാർഡ്,
3000 4000 ഉള്ള RSSന് ജയിക്കാൻ പറ്റിയ വേറൊരു വാർഡ്. CPM-ന്റെ സുഹൃത്തുക്കൾ വളരെ കൃത്യമായിട്ട് പറയണം, നിങ്ങളല്ലേ കോഴിക്കോടും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും വാർഡുകൾ വിഭജിച്ചത്? നിങ്ങൾക്ക് ജനാധിപത്യ ബോധമുണ്ടോ? സോഷ്യലിസ്റ്റ് ബോധമുണ്ടോ? തെരഞ്ഞെടുപ്പിൽ വല്ല വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് 17,000 14,000 ഒരു വാർഡ്, ഒരു കൗൺസിലർ, ഭീമാപ്പള്ളി, പൂന്തുറ, പെരുമാന്തുറ, മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങൾ. അതേസമയം സംഘപരിവാരത്തിന് വോട്ട് ബാങ്ക് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ 3000 മുതൽ 4000 വരെയുള്ള വോട്ടർമാർ, അവർക്ക് ഒരു കൗൺസിലർ. എന്ത് സെക്യുലറിസം ആയത്? എന്ത് സോഷ്യലിസം ആയത്? എന്ത് ജനാധിപത്യമാണിത് നിങ്ങൾ ചെയ്ത? കോഴിക്കോട് കോർപ്പറേഷനിൽ BJP-ക്ക് സംഘപരിവാരത്തിന് ഒരു മുന്നേറ്റവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. നമ്മളാരും പേടിക്കേണ്ട കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സന്തോഷകരമായ വസ്തുത എന്ന് പറയുന്നത്, കേരളം സംഘപരിവാരവും CPM-ഉം പ്രചരിപ്പിക്കുന്നിടത്തല്ല, സമുദായ സംഘടനകൾ പറയുന്നിടത്തല്ല, അതിനപ്പുറമുള്ള രാഷ്ട്രീയ സാക്ഷരത പ്രകടിപ്പിക്കുന്നിടത്തേക്ക് കേരളത്തിലെ പൊതുസമൂഹം വളരെ സജീവമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെരഞ്ഞെടുപ്പ്. കാരണം അതിന് മാത്രം രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന എണ്ണപ്പെട്ട മുതലാളിയുടെ കീഴിൽ എല്ലാവിധ സാമ്പത്തിക സന്നാഹങ്ങളും മീഡിയ സംവിധാനങ്ങളെയും കൂട്ടുപിടിച്ച് സംഘപരിവാർ എയ്തുവിട്ട വിഷവിത്തുകൾക്ക് ഒരു കണക്കില്ല കേരളത്തിൽ. അതുപോലെ തന്നെ CPM ഇരുട്ടുകൊണ്ട് CPM-ന് കുറെ പ്രശ്നങ്ങളുണ്ട്. CPM-ന്റെ പൊളിറ്റിക്കൽ അഭ്യാസങ്ങൾ, അതിജീവനത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കളികൾ, ഇതെവിടെയാണ് ചെന്നുമുട്ടെ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു, CPM നിലനിൽക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ നിലനിൽക്കേണ്ടത് സ്വന്തം അസ്തിത്വം കൊണ്ടാണ്, സ്വന്തം ആദർശങ്ങൾ കൊണ്ടാണ്, അതിൽ അടിയുറച്ച നിലപാടുകൾ കൊണ്ടാണ്. പഴയകാലത്ത് കോൺഗ്രസിന് സംഭവിച്ച അതേ അബദ്ധം സ്വന്തം ശരീരത്തിൽ കയറി RSSന് മുട്ടയിട്ട് വിരിയാൻ പറ്റുന്ന ആഭ്യന്തര ഭരണകൂട സംവിധാനങ്ങളും കോർപ്പറേഷൻ വിഭജനങ്ങളും ഒക്കെ നടത്തി സംഘപരിവാരത്തിന് എന്താ പറയാ, ഇരിപ്പ് വഴി വിരിച്ചു കൊടുക്കുന്നിടത്തേക്ക് CPM മുന്നോട്ട് പോവുക. അതിന് വേണ്ടിയിട്ട് പറ്റുന്ന എല്ലാ ഒരു കാര്യം കൂടി, നമുക്ക് CPM തോൽക്കണം നമ്മളാരും ആഗ്രഹിക്കണില്ലേ? CPM ഇവിടെ വേണം. കാരണം CPM പോയാൽ രണ്ട് കാര്യങ്ങൾ നടക്കും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി CPM പോണ ആളുകളൊക്കെ നേരെ RSSക്കാണ് പോണത്. കോൺഗ്രസ്ക്ക് ഒരൊറ്റ ഒരുത്തരം പോണില്ല, വളരെ അപൂർവ ആളുകളാണ് പോണത്. പിന്നെ BJP-നെ നിന്നാണ് കോൺഗ്രസ്ക്ക് പോണത്. CPM-ന്റെ സെക്യുലറിസം മൂത്ത് പഴുത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോ എല്ലാം കൂടി ആളുകൾ നേരെ RSSന്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. സെക്യുലറിസവും സോഷ്യലിസവും ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു ഗതികേടാണിത്. അപ്പോ ഈ പാർട്ടി കുത്തുവാള എടുത്താൽ നാളെ സംഘപരിവാരത്തിന്റെ അരിയിട്ട് വാഴ്ച വളരെ മാരകമായി കേരളത്തിൽ നടക്കും. അത് മാത്രമല്ല, അത് അതിന്റെ രാഷ്ട്രീയപരമായ, അതിന്റെ അപ്പുറം കേരളത്തിന്റെ ഈ സാമൂഹിക നന്മകൾ. ഇനിയിപ്പോ ആര് കളിച്ചാലും കേരളത്തിന് വല്ലാതെ ഒന്നും മുക്കാൻ കഴിയില്ല. കേരളത്തിലെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് കച്ചവടം ചെയ്യുന്നു, ഒരുമിച്ച് കല്യാണം നടത്തുന്നു, ഒരുമിച്ച് മരിച്ചിടത്തും അതുപോലെ തന്നെ ടൂറിനും ഒക്കെ പോകുന്നു. ശരിയും തെറ്റും ഒക്കെ എല്ലാ കാര്യങ്ങളിലും ഇവർ കൂട്ടായി എല്ലാവരുടെ പങ്കാളിത്തം എല്ലാവരിടത്തും ഉണ്ട്. ഇതിനെ മുറിച്ചാൽ, ഇതിനെ വെട്ടിവീഴ്ത്തിയാൽ മലയാളിക്ക് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് വീഴ്ത്താൻ വേണ്ടിയിട്ട് CPM-ഉം BJP-യും അല്ല RSS-ഉം എന്തൊക്കെ കളിയായിട്ട് നടത്തിയിട്ട് പോലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മലയാളിക്ക് വമ്പിച്ച ആത്മവിശ്വാസം പകർന്ന വലിയ പ്രതീക്ഷ കേരളത്തിൽ നമുക്ക് പുലർത്താൻ. അതിന്റെ ഒരു മറവറുണ്ട് കേട്ടോ. 60ഓളം നമ്മൾ EVM മെഷീനൊക്കെ പറയണ്ടല്ലോ, EVM മെഷീനേക്കാളും വലിയ EVM മെഷീനുകൾ ഇവരൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ. വാർഡ് വിഭജനം ഒരു EVM മെഷീനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അവനവന് ജയിക്കാൻ പറ്റുന്ന രീതിയിൽ ആദർശം പറഞ്ഞിട്ടോ ആശയം പറഞ്ഞിട്ടോ അതിന്റെ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടോ ജനങ്ങളെ സ്വാധീനിക്കുന്നതിന് പകരം അവനവന് ജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സകല കള്ളക്കളികളും നടത്തി വാർഡ് എന്നതുപോലെ നിയമസഭാ മണ്ഡലങ്ങളും അങ്ങനെയൊക്കെ മുറിച്ചു വെച്ചിട്ടുണ്ട് ഇവരെ വളരെ കുറെ. അതുകൊണ്ട് ആ 60 മണ്ഡലങ്ങളെങ്കിലും CPM-ന് ജയിക്കാൻ കഴിയും. അത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 5-8 എണ്ണം ആവശ്യം ഉണ്ടാവും. അത് രാജീവ് ചന്ദ്രശേഖരായിട്ട് ഒരു ഡീല് ചെയ്താൽ BJP-ക്ക് ഒരു അജണ്ട ഉണ്ട്, BJP-ന്റെ അജണ്ട ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം കോൺഗ്രസ് തോൽക്കണം, കോൺഗ്രസ് അധികാരത്തിൽ ഉണ്ടാവരുത്. കാരണം ഇന്ത്യയിൽ ദേശീയ തലത്തിൽ BJP അഖിലേന്ത്യാ പ്രസ്ഥാനമായതുപോലെ BJP-ക്ക് ബദലായി അഖിലേന്ത്യാ തലത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിവുള്ള സാധ്യതയുള്ള ഏക സംഘം കോൺഗ്രസാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ എല്ലായിടത്തും തള്ളി തകിടം മറിച്ച് നശിപ്പിച്ചെടുക്കാൻ അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ അവർ വരരുത് എന്നുള്ള സെൻകുമാർ പറഞ്ഞ വർത്തമാനങ്ങൾ കേട്ടില്ലേ? ഒന്നാമത്തെ ശത്രുവിനെ തോൽപ്പിക്കാൻ രണ്ടാമത്തെ ശത്രുവിനെ കൂട്ടുപിടിച്ചാലും വേണ്ടിയില്ല. അത്താവാല എന്ന് പറയുന്ന സംഘപരിവാരത്തിന്റെ മന്ത്രി എവിടുന്ന് പറയുന്നുണ്ട്, ഞാനും പിണറായും തമ്മിൽ ഭയങ്കര ബന്ധ, ഞങ്ങൾ വലിയ കൊടുക്കലുകളും വാങ്ങലുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഈ കൊടുത്തത്, എന്താണ് ഈ വാങ്ങിയത് എന്നൊക്കെ ദൈവത്തിന് തന്നെ അറിയുള്ളൂ. പോട്ടെ, അത് ആ പറഞ്ഞതിന്റെ അർത്ഥം നാളെ എന്ത് നിലക്കും അധികാരം പിടിച്ചു നിർത്താൻ സംഘപരിവാരത്തിന്റെ 10-12 സ്ഥാനാർത്ഥികൾ ഉണ്ടാണെങ്കിലും ശരി 60ലേക്ക് ഒരു 10 കൂടി കൂട്ടി 70ഓടുകൂടി വീണ്ടും അധികാരം നിലനിർത്താൻ CPM ആഗ്രഹിക്കുന്ന കളിയാണ് കളിക്കുന്നതെങ്കിൽ CPM അധികാരത്തിൽ വന്നാൽ CPM ഉണ്ടാവില്ല, കോൺഗ്രസ് ഉണ്ടാവില്ല. ഉണ്ടാകാൻ പോണത് BJP ആയിരിക്കും.
ഈ കണ്ട പണവും അധികാരവും സംവിധാനങ്ങളും ഉപയോഗിച്ച് കേരളത്തിലെ CPM-നെയും കോൺഗ്രസിനെയും നിലംപരിശാക്കും സംഘപരിവാർ. അതുകൊണ്ട് CPM-ന് പോലും തടി രക്ഷപ്പെടുത്താനുള്ള വഴി അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായിട്ട് ഇരിക്കുകയാണെങ്കിൽ SFI ഒക്കെ ഒന്ന് ഉഷാറാവും. ഈ പ്രണയവും കോലാഹലവും ഒക്കെ ഒന്ന് വിട്ടിട്ട്, മദ്യവും ജനറൽ ന്യൂട്രാലിറ്റിയൊക്കെ ഒന്ന് വിട്ടിട്ട്, മനുഷ്യന്റെയും കേരളത്തിന്റെയും പൊതുപ്രശ്നങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വലിയ സമരങ്ങളിലേക്ക് 15 കൊല്ലമായി അധികാരത്തിന്റെ തണലിലിരിക്കുന്നത് കൊണ്ട് വിപ്ലവവും വിമോചനവും പോരാട്ടവും ക്യാപിറ്റലിസവും മുതലാളിത്തവും തൊഴിലാളിയും എല്ലാ പരിപാടിയും നിർത്തിയിട്ട് CPM-ഉം എല്ലാവരെ പോലുള്ള ഒരു സാധാരണ സംഘടനയായി മാറിയ പശ്ചാത്തലത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടണമെങ്കിൽ പ്രതിപക്ഷത്തിരുന്നാൽ കോൺഗ്രസ് CPM വളരും, CPM നിലനിൽക്കും, കോൺഗ്രസും UDF-ഉം നിലനിൽക്കും. സംഘപരിവാരത്തിന് വഴിയടക്കാനുള്ള ധാരാളം സ്രോതസ്സുകൾ നമ്മുടെ മുമ്പിൽ വരും. ജമാഅത്തെ ഇസ്ലാമി ഇത് ആഗ്രഹിക്കുന്നുണ്ട്. CPM-നോടായിട്ട് പ്രത്യേകിച്ച് ദേഷ്യവും ജമാഅത്തെ ഇസ്ലാമിക്കില്ല. പ്രത്യയശാസ്ത്രപരമായ തർക്കങ്ങളുണ്ട്. കമ്മ്യൂണിസം എന്താണ്, ക്യാപിറ്റലിസം എന്താണ്, ഫാസിസം എന്താണ്, അതിനോടുള്ള നമ്മുടെ നിലപാടുകൾ എന്താണ്. അതേസമയം പ്രയോഗങ്ങളിൽ CPM-നെയും സെക്യുലർ പ്രസ്ഥാനമായിട്ട് കാണുകയും കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ നിലനിൽക്കേണ്ട പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എന്ന് ജമാഅത്തെ ഇസ്ലാമി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം UDF അധികാരത്തിൽ വന്നതെന്ന് കരുതിക്കോ നിങ്ങൾ. എന്താ പോയിക്കുക, ജമാഅത്തെ ഇസ്ലാമി അതിന്റെ സംവിധാനങ്ങളും പോഷക സംഘടനകളും ഒക്കെ ഭരണകൂടത്തെ വിമർശിക്കാൻ തുടങ്ങിയ പോലും ചിലപ്പോൾ നമ്മളെ കൈകാര്യം ചെയ്യും. ഞാൻ അത് വെച്ചിട്ട് നമ്മൾ പറയാതിരിക്കോ? UDF-ന് വല്ല അധികാരം കിട്ടുന്നവരെ കുറിച്ച് നമ്മൾ പറയാതിരിക്കോ? പറയും. ഈ നാട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ, അതിന്റെ അതിരുവിടലുകൾ, നിയമം ലംഘിക്കലുകൾ, അട്ടിമറികൾ, ഇത് പറയുന്നതോടുകൂടി ഈ CPM-നും പ്രശ്നം ഇത് മാത്രമാണ്. 2019 പാർലമെന്റ് ഇലക്ഷനിൽ കോൺഗ്രസിന് കൂടുതൽ MP-മാരുണ്ടാകണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി CPM-ന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് മുതലാണ് CPM ജമാഅത്തെ ഇസ്ലാമി എന്താവണത് വളരെ വലിയ. അതിന്റെ മുമ്പ് പിണറായി നമ്മൾ പറഞ്ഞല്ലോ തലയെടുപ്പുള്ള നേതാവായിരുന്നു കേരളത്തിലെ. തെറ്റിദ്ധാരണ നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും ഇപ്പൊ അത് എവിടെ പോയി നമുക്കറിയില്ല. വെള്ളാപ്പള്ളി നടേശനെ പോലും ഏറ്റി നടക്കേണ്ട ഗതികേടിലേക്ക് ഒരു സംഘടനാ നേതാവ്, ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ നേതാവ് എത്തുക എന്ന് പറയുന്നത് വർഗീയതയും സാമുദായികതയും ജാതീയതയും ഓരോ നിമിഷങ്ങളിലും സംഘപരിവാരത്തിന് വേണ്ടി സമയാസമയങ്ങളിൽ കേരളത്തിൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ അടക്കം ആവാഹിച്ച് കൂടെ കൊണ്ട് നടക്കേണ്ട ഗതികേടിലേക്ക് CPM-ന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എത്തി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതെന്താ നമുക്കറിയില്ല. അതിന്റെ മുമ്പ് അങ്ങനെയൊന്നുമല്ല. പിണറായി അവരെ കുറിച്ച് പറഞ്ഞതും മതസംഘടനകളെ കുറിച്ച് പറഞ്ഞതും സാംസ്കാരിക സംഘടനകളെ കുറിച്ച് പറയുന്നതും വ്യക്തികൾ നട്ടലോട് പറയുന്നതൊക്കെ നമുക്ക് യോജിക്കാൻ പറ്റുമല്ലോ എന്നൊരു വേറെ പ്രശ്നം. പക്ഷെ എന്തിലും നിലപാട് പറയുന്ന, ധൈര്യമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്ന, അതിൽ ഇടപെടുന്ന, അതൊക്കെ പോയി. ഇപ്പൊ അങ്ങനത്തെ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഗതികേടിലേക്ക് ഈ ഒരു പ്രസ്ഥാനം എത്തരുത്. അതിജീവിക്കാനും അഭിമുഖീകരിക്കാനും കേരളത്തിന്റെ പൊതുസാമൂഹിക മണ്ഡലത്തെ കുറച്ചുകൂടി സെക്യുലറായ സംഘപരിവാരത്തിന്റെ അടുക്കളയിലേക്ക് ഇതിനെ വിളമ്പിക്കൊടുക്കുന്നതിന് പകരം കേരളം ഇന്ത്യയിലെ ഏറ്റവും നല്ല തലസ്ഥാനമാണ്, സംസ്ഥാനമാണ് എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന രീതിയിലുള്ള സാംസ്കാരിക, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ, മാനുഷിക മുന്നേറ്റങ്ങളിലൂടെ മലയാളിയെ മുന്നോട്ട് നയിക്കാൻ കഴിയണമെങ്കിൽ എല്ലാ സെക്യുലർ പ്രസ്ഥാനങ്ങളും നിലനിൽക്കുകയും ഇപ്പറഞ്ഞ വർഗീയ, സാമുദായിക, വിദ്വേഷ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാറ്റിനെയും മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യത്വത്തിനും നന്മയ്ക്കും സാമൂഹിക സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും ഒക്കെ മുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം നൽകുന്ന പ്രസ്ഥാനങ്ങളും സംഘങ്ങളുമാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാര്യങ്ങളെ മുന്നോട്ട് നീക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ CPM-നോടായിട്ട് പ്രത്യേകിച്ച് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. സെക്യുലർ പ്രസ്ഥാനങ്ങളിൽ എല്ലാ കൂട്ടത്തിലും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സംഘപരിവാരത്തെ നേരിടേണ്ട ഒരു കാലത്ത് അതിൽ നിന്ന് പിന്നോട്ട് പോയി പുരകത്തുമ്പോ ഇത് ഊരിയെടുക്കുക എന്ന് പറഞ്ഞതുപോലെ എന്താണ് തങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്ന ലാഭത്തിലേക്ക് മാത്രം ഒരു പ്രസ്ഥാനവും ആശയവും എത്തിപ്പെട്ടാൽ അതിന്റെ അവസാനത്തിന്റെ ആരംഭമാണ്. ദ്രവീകരിക്കപ്പെടുന്നതിന്റെ നുരുമ്പാൻ തുടങ്ങുന്നതിന്റെ, തുരുമ്പാൻ തുടങ്ങുന്നതിന്റെ, അത് അലിഞ്ഞു പോകാൻ തുടങ്ങുന്നതിന്റെ ലക്ഷണമാണ് എന്ന് വളരെ കൃത്യമായിട്ട്. അതുകൊണ്ട് CPM-ന്റെ സുഹൃത്തുക്കളൊക്കെ കുറച്ചും കൂടി ഗൗരവതരമായിട്ട് കാണുക. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. ഉറങ്ങണമല്ലേ വിളിച്ചുണർത്താൻ പറ്റുള്ളൂ. ഉറക്കം നടിച്ചോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. CPM ഇപ്പോൾ ഉറക്കം നടിച്ച് കിടക്കുക. അതുകൊണ്ട് അവരെ കൃത്യമായിട്ട് മുസ്ലിം ലീഗിനെ, ജമാഅത്തെ ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്തിട്ട് കേരളത്തിലെ നാളത്തെ നിയമസഭാ ഇലക്ഷന് എങ്ങനെ തങ്ങളിലേക്ക് സ്വാധീനിക്കാനും സ്വാംശീകരിക്കാനും പറ്റുന്നുള്ള കുറുക്കു വഴി, അതാണോ രാഷ്ട്രീയം, അങ്ങനെയാണോ സംഗതികൾ കാണേണ്ടത്? വളരെ ഗൗരവത്തോടു കൂടി അതിന്റെ ഭാഗത്തിരിക്കുന്നവർ ആലോചിക്കുക. ഇന്നിപ്പോ ഇവിടെ നേരത്തെ പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുക. CPM-ന്റെ വികസന കേരള യാത്ര ഉണ്ട്. അതില് നമ്മുടെ
മർഹൂം സേട്ടു സാഹിബിന്റെ ചിത്രമുണ്ട്. മർഹൂം സേട്ടു സാഹിബിന്റെ ചിത്രം. സേട്ടു സാഹിബിനെ ഇരുന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നു CPM അടക്കം മതവർഗീയവാദി, തീവ്രവാദി, മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംഗതികൾ പറഞ്ഞ കാലത്ത് സേട്ടു സാഹിബിനെ നിലംപരിശാക്കി കൈകാര്യം ചെയ്ത കൂട്ടത്തിൽ CPM ഉണ്ട്. അന്ന് നടത്തിയ പ്രശ്നം ഇന്ന് മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ നടത്തുന്ന പോലെ സേട്ടു സാഹിബിനെ നന്നായിട്ട് ഹരാക്കിരി ചെയ്തിട്ടുണ്ട്. ആ സേട്ടു സാഹിബിന്റെ ചിത്രം വെച്ചിട്ട് വരാനിരിക്കുന്ന നിയമസഭയിൽ കേരള വികസന യാത്ര നടത്തുന്നുവെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു CPM-ന് ജീവനുണ്ടെങ്കിൽ ഭാവിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ചിത്രം വെച്ചിട്ട് നിങ്ങൾ പോകും. കാരണം ചരിത്രം അങ്ങനെയാണ്. ആരെയാണോ നിങ്ങൾ കൈകാര്യം ചെയ്യാനും അടിച്ചമർത്താനും ഒക്കെ ശ്രമിക്കുന്നത് അവരുടെ ചരിത്രത്തിൽ അതിനേക്കാൾ മനോഹരമായിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അത്തരം നിസ്സഹായതകൾക്ക് നിൽക്കേണ്ടതില്ല, നിക്കക്കള്ളിയില്ലായ്മകൾക്ക് നിൽക്കേണ്ടതില്ല. വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും സത്യസന്ധതയും വിപ്ലവാത്മകതയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് മലയാളി സമൂഹത്തെ, കേരളത്തെ, ഇന്ത്യയെ ഒന്നായി കണ്ടുകൊണ്ട് വിശാലതയുള്ള സമീപനങ്ങളിലൂടെ, ഗുണകാംക്ഷയുള്ള സമീപനങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തെയും ജനങ്ങളെയും സേവിക്കുന്നതിന് വേണ്ടിയുള്ള മൗലികമായ പ്രവർത്തനങ്ങളിലാകട്ടെ നമ്മുടെ ശ്രദ്ധയും പരിഗണനയും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇത്രയും സമയം ജമാഅത്തെ ഇസ്ലാമിയെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൃദയവും സ്നേഹോഷ്മവുമായ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ, നമ്മുടെ മക്കളെ, മാതാപിതാക്കളെ, ഇണകളെ, നമ്മുടെ വീടിനെ, നമ്മുടെ നാടിനെ, നമ്മുടെ രാജ്യത്തെ, മനുഷ്യകുലത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.